ഒരു ചാലകത്തിന്റെ പശ്ചാത്തലത്തിൽ ഉപരിതല ചാർജ് സാന്ദ്രത നിർവചിക്കുക. ഉപരിതല ചാർജ് സാന്ദ്രത എന്നത് ഒരു ചാലകത്തിന്റെ ഉപരിതലത്തിൽ യൂണിറ്റ് വിസ്തീർണത്തിൽ സ്ഥിതി ചെയ്യുന്ന വൈദ്യുത ചാർജിന്റെ അളവാണ്. ഒരു ചാലകത്തിന്റെ ഉപരിതലത്തിൽ യൂണിറ്റ് വിസ്തീർണത്തിലുള്ള വൈദ്യുത ചാർജിന്റെ അളവാണ് ഉപരിതല ചാർജ് സാന്ദ്രത. ഇത് ഒരു സ്കെയിലാർ അളവാണ്, കൂടാതെ ചാലകത്തിന്റെ ഉപരിതലത്തിലെ ചാർജ് വിതരണം പഠിക്കാൻ ഇത് സഹായിക്കുന്നു. ചാർജ് ചെയ്ത ഒരു ചാലകത്തിൽ ഉപരിതല ചാർജ് സാന്ദ്രത ഏറ്റവും കൂടുതൽ എവിടെയാണ്? ഏതൊരു ചാലകത്തിന്റെയും മൂർച്ചയുള്ള അറ്റങ്ങളിലും വക്കുകളിലുമാണ് ചാർജിന്റെ ഉപരിതല സാന്ദ്രത ഏറ്റവും കൂടുതൽ. ഒരു ചാർജ് ചെയ്ത ചാലകത്തിൽ ചാർജുകൾക്ക് പരസ്പരം അകന്നുനിൽക്കാൻ കഴിയാത്തതിനാൽ ഉപരിതലത്തിൽ അസമമായി വിതരണം ചെയ്യപ്പെടുന്നു. മൂർച്ചയുള്ള അറ്റങ്ങളിൽ വക്ര കൂടുതലായതിനാൽ അത്തരം ഭാഗങ്ങളിൽ ഇലക്ട്രോണുകൾക്ക് കൂടുതൽ സാന്ദ്രത കാണപ്പെടുന്നു, അതിനാൽ അവിടെ വൈദ്യുതക്ഷേത്രത്തിന്റെ ശക്തിയും വർദ്ധിക്കുന്നു. വൈദ്യുത ചാലകങ്ങൾ എന്നാൽ എന്ത്? വൈദ്യുത ചാലകങ്ങൾ എന്നത് വൈദ്യുത ചാർജിനെ, പ്രത്യേകിച്ച് ഇലക്ട്രോണുകളെ, സ്വതന്ത്രമായി കടത്തിവിടാൻ കഴിവുള്ള വസ്തുക്കളാണ്. വൈദ്യുത ചാലകങ്ങൾ എന്നത് അവയിലൂടെ വൈദ്യുത പ്രവാഹത്തെ എളുപ്പത്തിൽ കടത്തിവിടാൻ അനുവദിക്കുന്ന പദാർത്ഥങ്ങളാണ്. ഇവയിൽ ധാരാളം സ്വതന്ത്ര ഇലക്ട്രോണുകൾ അടങ്ങിയിരിക്കുന്നതിനാൽ അവയ്ക്ക് വൈദ്യുതിയെ കാര്യക്ഷമമായി പ്രവഹിപ്പിക്കാൻ സാധിക്കുന്നു. നല്ല വൈദ്യുത ചാലകങ്ങൾക്ക് ഉദാഹരണങ്ങൾ നൽകുക. എല്ലാ ലോഹങ്ങളും ലവണങ്ങൾ അടങ്ങിയ ജലീയ ലായനികളും, ഉദാഹരണം ഇലക്ട്രോലൈറ്റ് ലായനികൾ. ലോഹങ്ങളായ സ്വർണം, വെള്ളി, ചെമ്പ് തുടങ്ങിയവ നല്ല വൈദ്യുത ചാലകങ്ങളാണ്. അതുപോലെ ലവണങ്ങൾ ലയിപ്പിച്ച വെള്ളം പോലുള്ള ഇലക്ട്രോലൈറ്റ് ലായനികളിലും അയോണുകളുടെ ചലനം കാരണം വൈദ്യുതി കടന്നുപോകുന്നു. വൈദ്യുതിയുടെ ഏറ്റവും നല്ല ചാലകം ഏത് ലോഹമാണ്? വെള്ളി. വെള്ളിക്ക് ഏറ്റവും കുറഞ്ഞ വൈദ്യുത പ്രതിരോധവും ഏറ്റവും ഉയർന്ന വൈദ്യുത ചാലകയുമുണ്ട്. അതിന്റെ ആറ്റോമിക ഘടന കാരണം ഇലക്ട്രോണുകൾക്ക് അതിലൂടെ വളരെ എളുപ്പത്തിൽ പ്രവഹിക്കാൻ സാധിക്കുന്നു. ഇത് അതിനെ മികച്ച ചാലകമാക്കുന്നു. സാധാരണയായി ഉപയോഗിക്കുന്ന രണ്ട് വൈദ്യുത ചാലകങ്ങളുടെ പേര് പറയുക. ചെമ്പും അലുമിനിയവും. ചെമ്പും അലുമിനിയവും അവയുടെ നല്ല ചാലക, താരതമ്യേന കുറഞ്ഞ വില, ലഭ്യത എന്നിവ കാരണം വ്യാവസായിക ആവശ്യങ്ങൾക്കും വീടുകളിലെ വയറിങ്ങിനും വൈദ്യുതി പ്രസരണ ലൈനുകൾക്കും വ്യാപകമായി ഉപയോഗിക്കുന്നു. വൈദ്യുതിയുടെ അചാലകങ്ങൾ എന്നാൽ എന്ത്? ഉദാഹരണങ്ങൾ നൽകുക. വൈദ്യുത പ്രവാഹം കടന്നുപോകാത്ത വസ്തുക്കൾ, ഉദാഹരണത്തിന് തടി, റബ്ബർ, പ്ലാസ്റ്റിക്, പേപ്പർ, മൈക്ക എന്നിവ. അചാലകങ്ങൾ അഥവാ ഇൻസുലേറ്ററുകൾക്ക് സ്വതന്ത്ര ഇലക്ട്രോണുകൾ ഇല്ലാത്തതിനാൽ അവയ്ക്ക് വൈദ്യുതി കടത്തിവിടാൻ സാധിക്കില്ല. വൈദ്യുത കമ്പികളിൽ ഇൻസുലേഷനായി ഇവ ഉപയോഗിക്കുന്നു. ഇത് വൈദ്യുതാഘാതത്തിൽ നിന്ന് സംരക്ഷണം നൽകുന്നു. അർദ്ധചാലകങ്ങൾ എന്നാൽ എന്ത്? ഉദാഹരണങ്ങൾ നൽകുക. ചാലകങ്ങളുടെയും അചാലകങ്ങളുടെയും ഇടയിൽ വൈദ്യുത ചാലകയുള്ള വസ്തുക്കളാണ് അർദ്ധചാലകങ്ങൾ. ഉദാഹരണത്തിന് സിലിക്കൺ, ജെർമേനിയം, ഗാലിയം ആർസെനൈഡ്, സെലിനിയം, ടെലൂറിയം. അർദ്ധചാലകങ്ങൾ എന്നത് ചാലകങ്ങളുടെയും അചാലകങ്ങളുടെയും ഇടയിലുള്ള വൈദ്യുത ചാലക പ്രകടിപ്പിക്കുന്ന വസ്തുക്കളാണ്. ഇവയുടെ ചാലകയെ താപനില, മലിനീകരണം, ഡോപ്പിംഗ് എന്നിവയിലൂടെ നിയന്ത്രിക്കാൻ കഴിയും. ഇത് ഇലക്ട്രോണിക്സ് വ്യവസായത്തിൽ ഇവയെ ഒഴിച്ചുകൂടാനാവാത്ത ഘടകങ്ങളാക്കുന്നു. താപനില വർദ്ധിക്കുമ്പോൾ ലോഹങ്ങളുടെയും അർദ്ധചാലകങ്ങളുടെയും പ്രതിരോധശേഷിക്ക് എങ്ങനെ മാറ്റം വരുന്നു? താപനില വർദ്ധിക്കുമ്പോൾ ലോഹങ്ങളുടെ പ്രതിരോധശേഷി സാധാരണയായി കൂടുന്നു, എന്നാൽ അർദ്ധചാലക വസ്തുക്കളുടെ പ്രതിരോധശേഷി കുറയുന്നു. ലോഹങ്ങളിൽ താപനില കൂടുമ്പോൾ ആറ്റങ്ങളുടെ പ്രകമ്പനം വർദ്ധിക്കുകയും ഇലക്ട്രോണുകളുടെ ഒഴുക്കിന് കൂടുതൽ തടസ്സം സൃഷ്ടിക്കുകയും ചെയ്യുന്നതിനാൽ പ്രതിരോധശേഷി കൂടുന്നു. എന്നാൽ അർദ്ധചാലകങ്ങളിൽ താപനില കൂടുമ്പോൾ കൂടുതൽ ഇലക്ട്രോണുകൾക്ക് സ്വതന്ത്രമാകാൻ കഴിയുന്നത് കാരണം അവയുടെ ചാലക വർദ്ധിക്കുകയും പ്രതിരോധശേഷി കുറയുകയും ചെയ്യുന്നു. കൂളോംബിന്റെ വൈദ്യുതസ്ഥിതിക ബലം നിയമം പ്രസ്താവിക്കുക. രണ്ട് ബിന്ദു ചാർജുകൾക്കിടയിലുള്ള ആകർഷണ അല്ലെങ്കിൽ വികർഷണ വൈദ്യുതസ്ഥിതിക ബലം ചാർജുകളുടെ ഗുണനബലത്തിന് നേർ അനുപാതത്തിലും അവ തമ്മിലുള്ള ദൂരത്തിന്റെ വർഗ്ഗത്തിന് വിപരീത അനുപാതത്തിലുമായിരിക്കും. കൂളോംബിന്റെ നിയമം വൈദ്യുത ചാർജുകൾ തമ്മിലുള്ള ബലത്തെ വിശദീകരിക്കുന്നു. ഈ നിയമം ചാൾസ് അഗസ്റ്റിൻ ഡി കൂളോംബ് 1785 കണ്ടെത്തി. വൈദ്യുതകാന്തികശാസ്ത്രത്തിലെ ഒരു അടിസ്ഥാന നിയമമാണിത്. ഒരു വൈദ്യുതക്ഷേത്രം നിർവചിക്കുക. ഒരു ചാർജ് ചെയ്ത വസ്തുവിനു ചുറ്റുമുള്ള ആ വസ്തുവിന്റെ വൈദ്യുത പ്രഭാവം അനുഭവിക്കാൻ കഴിയുന്ന മേഖലയാണ് വൈദ്യുതക്ഷേത്രം.
ഒരു ചാർജ് ചെയ്ത കണികയ്ക്ക് ചുറ്റും ഒരു വൈദ്യുതക്ഷേത്രം നിലനിൽക്കുന്നു. ഈ ക്ഷേത്രത്തിൽ മറ്റ് ചാർജുകൾക്ക് ബലം അനുഭവപ്പെടും. വൈദ്യുതകാന്തികശാസ്ത്രത്തിലെ ഒരു പ്രധാന ആശയമാണിത്. വൈദ്യുതക്ഷേത്ര തീവ്രത എന്നാൽ എന്ത്? ഒരു വൈദ്യുതക്ഷേത്രത്തിൽ വെച്ചിട്ടുള്ള ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിൽ അനുഭവപ്പെടുന്ന ബലമാണ് വൈദ്യുതക്ഷേത്ര തീവ്രത. വൈദ്യുതക്ഷേത്ര തീവ്രത, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി, ഒരു വെക്ടർ അളവാണ്. ഒരു നിശ്ചിത ബിന്ദുവിലെ വൈദ്യുതക്ഷേത്രത്തിന്റെ ശക്തിയും ദിശയും ഇത് സൂചിപ്പിക്കുന്നു. ഇതിന്റെ സി യൂണിറ്റ് ന്യൂട്ടൺ പെർ കൂളോംബ് അല്ലെങ്കിൽ വോൾട്ട് പെർ മീറ്റർ (Vm) ആണ്. ഇടിമിന്നൽ ഏൽക്കുകയാണെങ്കിൽ കാറിനോ ബസ്സിനോ ഉള്ളിലുള്ള ഒരാൾ സുരക്ഷിതനായിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് വിശദീകരിക്കുക. ഒരു പൊള്ളയായ ചാലകം അല്ലെങ്കിൽ ഗോളം ഒരു വൈദ്യുതസ്ഥിതിക കവചം പോലെ പ്രവർത്തിക്കുന്നു. ഇത് ഏത് ചാർജിനെയും അതിന്റെ പുറം ഉപരിതലത്തിൽ നിലനിർത്തുന്നു. ഈ പ്രതിഭാസം വൈദ്യുതസ്ഥിതിക കവചം, ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് അല്ലെങ്കിൽ ഫാരഡേ കേജ് പ്രഭാവം, ഫാരഡേ കേജ് എഫക്റ്റ് എന്നറിയപ്പെടുന്നു. ഫാരഡേ കേജ് പ്രഭാവമനുസരിച്ച് ഒരു പൊള്ളയായ ചാലകത്തിനുള്ളിൽ വൈദ്യുതക്ഷേത്രം പൂജ്യമായിരിക്കും. അതിനാൽ ഇടിമിന്നൽ ഒരു വാഹനത്തിൽ പതിക്കുമ്പോൾ ചാർജ് വാഹനത്തിന്റെ പുറം ലോഹപ്രതലത്തിലൂടെ ഭൂമിയിലേക്ക് പോകുന്നു. ഉള്ളിലുള്ള വ്യക്തി സുരക്ഷിതനായിരിക്കും. മൈക്കൽ ഫാരഡെയാണ് ഈ പ്രതിഭാസം കണ്ടെത്തിയത്. വൈദ്യുത പൊട്ടൻഷ്യൽ നിർവചിക്കുകയും അതിന്റെ സി യൂണിറ്റ് രേഖപ്പെടുത്തുകയും ചെയ്യുക. ഒരു വൈദ്യുതക്ഷേത്രത്തിലെ ഒരു ബിന്ദുവിലേക്ക് അനന്തതയിൽ നിന്ന് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവരാൻ ചെയ്യുന്ന പ്രവൃത്തിയാണ് ആ ബിന്ദുവിലെ വൈദ്യുത പൊട്ടൻഷ്യൽ. ഇതിന്റെ സി യൂണിറ്റ് വോൾട്ട്, വോൾട്ട്സ് അല്ലെങ്കിൽ ജൂൾ പെർ കൂളോംബ്, ജൂൾ പെർ കൂലോം ആണ്. വൈദ്യുത പൊട്ടൻഷ്യൽ എന്നത് ഒരു സ്കെയിലാർ അളവാണ്. ഇത് ഒരു വൈദ്യുതക്ഷേത്രത്തിലെ ഒരു ബിന്ദുവിന്റെ ഊർജ്ജനിലയെ സൂചിപ്പിക്കുന്നു. അലസാൻഡ്രോ വോൾട്ടയുടെ ബഹുമാനാർത്ഥമാണ് ഇതിന് വോൾട്ട് എന്ന പേര് നൽകിയത്. ഉയർന്ന പൊട്ടൻഷ്യലിൽ നിന്ന് താഴ്ന്ന പൊട്ടൻഷ്യലിലേക്കാണ് ചാർജുകൾ പ്രവഹിക്കുന്നത്. വൈദ്യുത കപ്പാസിറ്റൻസ് എന്നാൽ എന്ത്? അതിന്റെ സി യൂണിറ്റ് എന്താണ്? ഒരു ചാലകത്തിന് നൽകുന്ന ചാർജും Q, ആ ചാലകത്തിലുണ്ടാകുന്ന പൊട്ടൻഷ്യൽ വ്യതിയാനവും V തമ്മിലുള്ള അനുപാതമാണ് ആ ചാലകത്തിന്റെ കപ്പാസിറ്റൻസ് C=Q(V). ഇതിന്റെ സി യൂണിറ്റ് ഫാരഡ് F ആണ്. വൈദ്യുത കപ്പാസിറ്റൻസ് ഒരു ചാലകത്തിന് വൈദ്യുത ചാർജ് സംഭരിക്കാനുള്ള കഴിവിനെ അളക്കുന്നു. ഇത് സാധാരണയായി കപ്പാസിറ്ററുകൾ ഉപയോഗിച്ച് നേടുന്നു. മൈക്കൽ ഫാരഡെയുടെ ബഹുമാനാർത്ഥമാണ് ഇതിന് ഫാരഡ് എന്ന പേര് നൽകിയത്. ഒരു വൈദ്യുതരാസ സെൽ, ഇലക്ട്രോകെമിക്കൽ സെൽ എന്നാൽ എന്ത്? അത് ഏത് ഊർജ്ജമാറ്റമാണ് നടത്തുന്നത്? രാസ ഊർജ്ജത്തെ വൈദ്യുത ഊർജ്ജമാക്കി മാറ്റുന്ന ഒരു ഉപകരണമാണ് ഒരു വൈദ്യുതരാസ സെൽ. വൈദ്യുതരാസ സെല്ലുകൾ രാസപ്രവർത്തനങ്ങളിലൂടെ വൈദ്യുതധാര ഉണ്ടാക്കുന്നു. ബാറ്ററി, ഫ്യൂവൽ സെൽ എന്നിവ വൈദ്യുതരാസ സെല്ലുകളുടെ ഉദാഹരണങ്ങളാണ്. ഈ പ്രക്രിയ ഇലക്ട്രോകെമിസ്ട്രി എന്ന ശാസ്ത്രശാഖയുടെ അടിസ്ഥാനമാണ്. വൈദ്യുതരാസ സെല്ലുകൾ എത്ര തരത്തിലുണ്ട്? പ്രൈമറി സെല്ലുകൾ, പ്രൈമറി സെൽസ്, സെക്കൻഡറി സെല്ലുകൾ, സെക്കൻഡറി സെൽസ് എന്നിങ്ങനെ 2 തരത്തിലുണ്ട്. വൈദ്യുതരാസ സെല്ലുകൾ പ്രധാനമായും പ്രൈമറി, സെക്കൻഡറി എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. ഈ തരംതിരിവ് അവയുടെ റീചാർജ് ചെയ്യാനുള്ള കഴിവ് അടിസ്ഥാനമാക്കിയാണ്. പ്രൈമറി സെല്ലുകളും സെക്കൻഡറി സെല്ലുകളും തമ്മിൽ വേർതിരിച്ചു കാണിക്കുകയും ഓരോന്നിനും ഉദാഹരണങ്ങൾ നൽകുകയും ചെയ്യുക. പ്രൈമറി സെല്ലുകൾ രാസ ഊർജ്ജത്തെ നേരിട്ട് വൈദ്യുത ഊർജ്ജമാക്കി മാറ്റുന്നു. ഒരിക്കൽ ഡിസ്ചാർജ് ചെയ്താൽ പിന്നീട് ഉപയോഗിക്കാൻ കഴിയില്ല. ഉദാഹരണം ലക്ലാഞ്ചെ സെൽ, ഡാനിയൽ സെൽ, വോൾട്ടായിക് സെൽ. സെക്കൻഡറി സെല്ലുകൾ ഉപയോഗിക്കുന്നതിന് മുൻപ് ചാർജ് ചെയ്യണം. ചാർജ് ചെയ്യുമ്പോൾ വൈദ്യുത ഊർജ്ജത്തെ രാസ ഊർജ്ജമാക്കി മാറ്റുകയും ഡിസ്ചാർജ് ചെയ്യുമ്പോൾ രാസ ഊർജ്ജത്തെ തിരികെ വൈദ്യുത ഊർജ്ജമാക്കി മാറ്റുകയും ചെയ്യുന്നതിലൂടെ അവ വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കുന്നു. ഉദാഹരണം ലെഡ് ആസിഡ് ബാറ്ററികൾ, ലിഥിയം അയൺ ബാറ്ററികൾ. പ്രൈമറി സെല്ലുകൾ ഒറ്റത്തവണ ഉപയോഗിക്കാവുന്നവയാണ്, കാരണം അവയിലെ രാസപ്രവർത്തനങ്ങൾ മാറ്റാനാവാത്തതാണ്. എന്നാൽ സെക്കൻഡറി സെല്ലുകൾ റീചാർജ് ചെയ്യാവുന്നവയാണ്, കാരണം അവയിലെ രാസപ്രവർത്തനങ്ങൾ വിപരീത ദിശയിൽ ചെയ്യാൻ കഴിയും. ആധുനിക ഇലക്ട്രോണിക ഉപകരണങ്ങളിൽ സെക്കൻഡറി സെല്ലുകളാണ് കൂടുതലായി ഉപയോഗിക്കുന്നത്. ഒരു സാധാരണ വോൾട്ടായിക് സെല്ലിൽ സാധാരണയായി ഏതെല്ലാം പദാർത്ഥങ്ങളാണ് ആനോഡും കാഥോഡുമായി വർത്തിക്കുന്നത്? കൂടാതെ ഇലക്ട്രോലൈറ്റ് എന്താണ്? ഒരു സാധാരണ വോൾട്ടായിക് സെല്ലിൽ സിങ്ക് റോഡ് ആനോഡായും കോപ്പർ റോഡ് കാഥോഡായും ഉപയോഗിക്കുന്നു. ഇവ നേർപ്പിച്ച സൾഫ്യൂറിക് ആസിഡ് ലായനിയിൽ ഇലക്ട്രോലൈറ്റായി മുക്കിവെക്കുന്നു. വോൾട്ടായിക് സെൽ അല്ലെങ്കിൽ ഗാൽവാനിക് സെൽ ഇറ്റാലിയൻ ഭൗതികശാസ്ത്രജ്ഞനായ അലസാൻഡ്രോ വോൾട്ടയാണ് കണ്ടുപിടിച്ചത്. ഇത് രാസ ഊർജ്ജത്തെ വൈദ്യുത ഊർജ്ജമാക്കി മാറ്റുന്ന ഒരു പ്രാഥമിക സെല്ലാണ്.
ഈ സെല്ലിലെ ഇലക്ട്രോഡുകൾക്കിടയിൽ പൊട്ടൻഷ്യൽ വ്യത്യാസമുണ്ടാകുന്നതുകൊണ്ട് വൈദ്യുതപ്രവാഹം സാധ്യമാകുന്നു. വോൾട്ടായിക് സെൽ കണ്ടുപിടിച്ചത് ആര്? അലസാൻഡ്രോ വോൾട്ട. വോൾട്ടായിക് സെൽ അഥവാ ഗാൽവാനിക് സെൽ 1800-ൽ ഇറ്റാലിയൻ ശാസ്ത്രജ്ഞനായ അലസാൻഡ്രോ വോൾട്ട കണ്ടുപിടിച്ചതാണ്. ഇത് ആദ്യത്തെ ഇലക്ട്രിക് ബാറ്ററിയായി കണക്കാക്കപ്പെടുന്നു. രാസപ്രവർത്തനങ്ങളിലൂടെ സ്ഥിരമായ വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ ഇത് സഹായിച്ചു. ഒരു ലെക്ലാൻഷെ സെല്ലിന്റെ സാധാരണ ഘടകങ്ങൾ എന്തൊക്കെയാണ്? കാഥോഡായി ഒരു കാർബൺ ദണ്ഡും ആനോഡായി ഒരു സിങ്ക് ദണ്ഡോ ബോഡിയോ, ഇലക്ട്രോലൈറ്റായി അമോണിയം ക്ലോറൈഡിന്റെ ജലീയ ലായനിയും. ലെക്ലാൻഷെ സെല്ല് 1866-ൽ ജോർജസ് ലെക്ലാൻഷെ കണ്ടുപിടിച്ച ഒരു പ്രാഥമിക ബാറ്ററിയാണ്. കാർബൺ സിങ്ക് ഘടകങ്ങൾ അടങ്ങിയ ഈ സെല്ല് പഴയ ടെലിഗ്രാഫ്, ടെലിഫോൺ സംവിധാനങ്ങളിൽ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. ഒരു ലെക്ലാൻഷെ സെല്ലിന്റെ വൈദ്യുതചാലക ബലം EMF എത്രയാണ്? 1.5 വോൾട്ട്. ഒരു ലെക്ലാൻഷെ സെല്ലിന്റെ വൈദ്യുതചാലക ബലം ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് EMF ഏകദേശം 1.5 വോൾട്ടാണ്. ഇത് സെല്ലിന് രാസ ഊർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റാനും ഒരു ബാഹ്യ സർക്യൂട്ടിലൂടെ ചാർജിനെ ചലിപ്പിക്കാനുമുള്ള പരമാവധി ശേഷിയെ സൂചിപ്പിക്കുന്നു. വൈദ്യുത പ്രവാഹം നിർവചിക്കുകയും അതിന്റെ സി യൂണിറ്റ് രേഖപ്പെടുത്തുകയും ചെയ്യുക. ഒരു ചാലകത്തിലൂടെ വൈദ്യുത ചാർജ് ഒഴുകുന്ന നിരക്കിനെയാണ് വൈദ്യുത പ്രവാഹം എന്ന് നിർവചിക്കുന്നത്. അതിന്റെ സി യൂണിറ്റ് ആംപിയർ ആണ്. വൈദ്യുത പ്രവാഹം കറന്റ് എന്നത് യൂണിറ്റ് സമയത്തിൽ ഒരു പ്രത്യേക ഭാഗത്തിലൂടെ ഒഴുകുന്ന ചാർജിന്റെ അളവാണ്. ഇതിനെ സാധാരണയായി I എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. അതിന്റെ സി യൂണിറ്റ് ആംപിയർ ആണ്. ഇത് ഒരു സെക്കൻഡിൽ ഒരു കൂളോംബ് ചാർജ് ഒഴുകുന്നതിന് തുല്യമാണ്. നേർധാരാ വൈദ്യുതിയേക്കാൾ DC പ്രത്യാവർത്തി ധാരാവൈദ്യുതിയേക്കുള്ള AC പ്രധാന ഗുണം എന്താണ്? പ്രത്യാവർത്തി ധാരാവൈദ്യുത AC ഊർജ്ജനഷ്ടം കൂടാതെ ദൂരയാത്രകളിൽ പ്രേഷണം ചെയ്യാൻ സാധിക്കും. നേർധാരാ വൈദ്യുത DC പോലെയല്ലാതെ. പ്രത്യാവർത്തി ധാരാവൈദ്യുത AC പ്രസരണം ചെയ്യുന്നത് ട്രാൻസ്ഫോർമറുകൾ ഉപയോഗിച്ച് വോൾട്ടേജ് എളുപ്പത്തിൽ കൂട്ടാനും കുറയ്ക്കാനും സാധിക്കുന്നതിനാലാണ്. ഉയർന്ന വോൾട്ടേജിൽ വൈദ്യുതി പ്രസരണം ചെയ്യുന്നത് ഊർജ്ജനഷ്ടം ഗണ്യമായി കുറയ്ക്കുന്നു. ഇത് ദൂരയാത്രകളിലെ പ്രേഷണത്തിന് ACയെ അനുയോജ്യമാക്കുന്നു. പ്രതിരോധം നിർവചിക്കുകയും അതിന്റെ സി യൂണിറ്റ് രേഖപ്പെടുത്തുകയും ചെയ്യുക. ഒരു ചാലകത്തിലൂടെയുള്ള വൈദ്യുത പ്രവാഹത്തെ എതിർക്കുന്ന ഒരു ഭൗതിക ഗുണമാണ് പ്രതിരോധം. അതിന്റെ സി യൂണിറ്റ് ഒമേഗ ആണ്. ഒരു ചാലകത്തിന്റെ പ്രതിരോധം റെസിസ്റ്റൻസ് എന്നത് അതിലൂടെയുള്ള ഇലക്ട്രോണുകളുടെ ഒഴുക്കിനെ അത് എത്രത്തോളം തടയുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു. ഇത് ചാലകത്തിന്റെ മെറ്റീരിയൽ, നീളം, വ്യാസം, താപനില എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു. ഓം നിയമം സ്ഥാപിച്ചത് ആര്? ജർമ്മൻ ശാസ്ത്രജ്ഞനായ ജോർജ് സൈമൺ ഓം. 1827-ൽ ജർമ്മൻ ഭൗതികശാസ്ത്രജ്ഞനായ ജോർജ് സൈമൺ ഓമാണ് ഓം നിയമം അവതരിപ്പിച്ചത്. വൈദ്യുത സർക്യൂട്ടുകളിലെ വോൾട്ടേജ്, കറന്റ്, പ്രതിരോധം എന്നിവ തമ്മിലുള്ള അടിസ്ഥാനപരമായ ബന്ധം ഇത് വിശദീകരിക്കുന്നു. ഓം നിയമം പ്രസ്താവിക്കുക. ഒരു ചാലകത്തിന്റെ ഭൗതിക അവസ്ഥയിൽ മാറ്റമൊന്നുമില്ലെങ്കിൽ അതിന്റെ അറ്റങ്ങളിൽ പ്രയോഗിക്കുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം V അതിലൂടെ ഒഴുകുന്ന വൈദ്യുത പ്രവാഹത്തിന് I നേർ അനുപാതത്തിലായിരിക്കും. VI അല്ലെങ്കിൽ V സമം IR എന്ന് ഓം നിയമം പറയുന്നു. ഓം നിയമം V സമം IR എന്നത് വൈദ്യുത സർക്യൂട്ടുകളിലെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നാണ്. താപനില, മർദ്ദം തുടങ്ങിയ ഭൗതിക ഘടകങ്ങൾ സ്ഥിരമായിരിക്കുമ്പോൾ മാത്രമാണ് ഈ നിയമം കൃത്യമായി പാലിക്കപ്പെടുന്നത്. ഓമിക്, നോൺ ഓമിക് പ്രതിരോധങ്ങൾ തമ്മിൽ വേർതിരിക്കുകയും ഓരോന്നിനും ഉദാഹരണം നൽകുകയും ചെയ്യുക. ഓം നിയമം പാലിക്കുന്ന ചാലകങ്ങളെ ഓമിക് പ്രതിരോധങ്ങൾ എന്ന് പറയുന്നു. ഉദാഹരണം മാംഗനീസിന്റെ വയർ. ഓം നിയമം പാലിക്കാത്ത ചാലകങ്ങളെ നോൺ ഓമിക് പ്രതിരോധങ്ങൾ എന്ന് പറയുന്നു. അതായത് അവയുടെ പ്രതിരോധം വോൾട്ടേജിനോ കറന്റിനോ അനുസരിച്ച് മാറുന്നു. ഉദാഹരണം ഡയോഡ്, ട്രാൻസിസ്റ്ററിന്റെ പ്രതിരോധം. ഓമിക് പ്രതിരോധങ്ങളുടെ വോൾട്ടേജ് കറന്റ് ഗ്രാഫ് ഒരു നേർരേഖയായിരിക്കും. എന്നാൽ നോൺ ഓമിക് പ്രതിരോധങ്ങൾക്ക് ഇത് വളഞ്ഞ രേഖയായിരിക്കും. ഡയോഡുകളും ട്രാൻസിസ്റ്ററുകളും പോലുള്ള അർദ്ധചാലക ഉപകരണങ്ങൾ നോൺ ഓമിക് സ്വഭാവം കാണിക്കുന്നു. ചാലക നിർവചിക്കുകയും അതിന്റെ സി യൂണിറ്റ് രേഖപ്പെടുത്തുകയും ചെയ്യുക. ഒരു ചാലകത്തിന്റെ പ്രതിരോധത്തിന്റെ വ്യുൽക്രമമാണ് ചാലക. അതിന്റെ സി യൂണിറ്റ് സീമെൻസ് എസ് അല്ലെങ്കിൽ ഓം ക്യാരറ്റ് 1, ഒമേഗ ക്യാരറ്റ് 1 ആണ്. ഇതിനെ മഹോ എന്നും പറയുന്നു.
ചാലക കണ്ടക്ടൻസ് G എന്നത് ഒരു വസ്തുവിന് എത്രത്തോളം എളുപ്പത്തിൽ വൈദ്യുത പ്രവാഹത്തെ കടത്തിവിടാൻ സാധിക്കുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു. G=1 R എന്ന സമവാക്യത്തിലൂടെ ഇത് നിർവചിക്കപ്പെടുന്നു. ഉയർന്ന ചാലക എന്നാൽ കുറഞ്ഞ പ്രതിരോധമെന്നാണ് അർത്ഥമാക്കുന്നത്. റെസിസ്റ്റിവിറ്റി പ്രതിരോധകത എന്നാൽ എന്ത്? ഒരു ചാലകത്തിന്റെ അളവുകളുമായി ഇത് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ഇതിന്റെ C യൂണിറ്റ് വ്യക്തമാക്കുക. റെസിസ്റ്റിവിറ്റി റോ എന്നത് ഒരു പദാർത്ഥത്തിന്റെ വൈദ്യുത പ്രവാഹത്തെ ചെറുക്കാനുള്ള കഴിവിനെ അളക്കുന്ന ഒരു ആന്തരിക സ്വഭാവമാണ്. ഒരു ചാലകത്തിന്റെ പ്രതിരോധം R അതിന്റെ നീളത്തിന് L നേർ അനുപാതത്തിലും അതിന്റെ വിസ്തീർണത്തിന് വിപരീത അനുപാതത്തിലുമായിരിക്കും. R=ρ L A. ഇതിന്റെ C യൂണിറ്റ് ഓംമീറ്റർ Ω/m ആണ്. റെസിസ്റ്റിവിറ്റി പ്രതിരോധകത എന്നത് ഒരു വസ്തുവിന്റെ വൈദ്യുത പ്രവാഹത്തെ തടയാനുള്ള സഹജമായ കഴിവാണ്. ഇത് വസ്തുവിന്റെ സ്വഭാവത്തെ ആശ്രയിച്ചിരിക്കുന്നു, അല്ലാതെ അതിന്റെ രൂപത്തെയോ വലുപ്പത്തെയോ അല്ല. ഓംമീറ്റർ Ω/m ആണ് ഇതിന്റെ C യൂണിറ്റ്. കണ്ടക്ടിവിറ്റി ചാലക നിർവചിക്കുകയും അതിന്റെ C യൂണിറ്റ് വ്യക്തമാക്കുകയും ചെയ്യുക. കണ്ടക്ടിവിറ്റി സിഗ്മ എന്നത് റെസിസ്റ്റിവിറ്റിയുടെ വിപരീതമാണ്. സിഗ്മ=1 ρ. ഇതിന്റെ C യൂണിറ്റ് Ω/1 മീറ്റർ ഒരു Ω-1 മീറ്റർ 1 അഥവാ സീമെൻസ്/മീറ്റർ SM ആണ്. കണ്ടക്ടിവിറ്റി ചാലക എന്നത് ഒരു വസ്തുവിന് വൈദ്യുതി എത്രത്തോളം നന്നായി കടത്തിവിടാൻ കഴിയുന്നു എന്ന് സൂചിപ്പിക്കുന്നു. ഇത് റെസിസ്റ്റിവിറ്റിയുടെ വിപരീതമാണ്. സീമെൻസ്/മീറ്റർ SM ആണ് ഇതിന്റെ C യൂണിറ്റ്. ഒരു വൈദ്യുത സർക്യൂട്ടിൽ പ്രതിരോധകങ്ങളെ പ്രധാനമായും എത്ര രീതിയിൽ സംയോജിപ്പിക്കാം? ശ്രേണിരീതിയിലുള്ള സംയോജനം സീരീസ് കോമ്പിനേഷൻ, സമാന്തര രീതിയിലുള്ള സംയോജനം പാരലൽ കോമ്പിനേഷൻ. വൈദ്യുത സർക്യൂട്ടുകളിൽ പ്രതിരോധകങ്ങളെ പ്രധാനമായും രണ്ട് രീതികളിൽ സംയോജിപ്പിക്കാം, ശ്രേണിരീതിയിലും സമാന്തര രീതിയിലും. ഈ സംയോജനങ്ങൾ സർക്യൂട്ടിലെ മൊത്തം പ്രതിരോധത്തെയും കറന്റിന്റെ ഒഴുക്കിനെയും വ്യത്യസ്തമായി ബാധിക്കുന്നു. 1839-ൽ ലോകത്തിലെ ഏറ്റവും ശക്തമായ വൈദ്യുതകാന്തമായ ആൽബനി കാന്തം നിർമ്മിച്ചത് ആരാണ്? ജോസഫ് ഹെൻറി. പ്രശസ്ത അമേരിക്കൻ ശാസ്ത്രജ്ഞനായ ജോസഫ് ഹെൻറി വൈദ്യുതകാന്തികതയുടെ വികാസത്തിൽ പ്രധാന പങ്ക് വഹിച്ചു. ഇദ്ദേഹം ആദ്യകാലങ്ങളിൽ ശക്തമായ വൈദ്യുതകാന്തങ്ങൾ നിർമ്മിക്കുകയും വൈദ്യുത മോട്ടോറിന്റെ തത്വങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. ഒരു കാന്തം വൈദ്യുതി വഹിക്കുന്ന ഒരു ചാലകത്തിൽ തുല്യവും വിപരീതവുമായ ബലം ചെലുത്തുന്നു എന്ന് നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ആന്ദ്രേ മാരി ആംപിയർ. ഫ്രഞ്ച് ഭൗതികശാസ്ത്രജ്ഞനും ഗണിതശാസ്ത്രജ്ഞനുമായിരുന്ന ആന്ദ്രേ മാരി ആംപിയർ വൈദ്യുതകാന്തികതയുടെ പിതാക്കന്മാരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്നു. വൈദ്യുത പ്രവാഹങ്ങൾ തമ്മിലുള്ള ബലങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പഠനങ്ങൾ വൈദ്യുതകാന്തിക നിയമങ്ങൾക്ക് അടിത്തറയിട്ടു. ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിനെക്കുറിച്ചുള്ള പഠനം എന്താണ് എന്നറിയപ്പെടുന്നത്? ന്യൂക്ലിയർ ഭൗതികശാസ്ത്രം, ന്യൂക്ലിയർ ഫിസിക്സ്. ന്യൂക്ലിയർ ഭൗതികശാസ്ത്രം ആറ്റങ്ങളുടെ ന്യൂക്ലിയസുകളുടെ ഘടന, ഗുണങ്ങൾ, അവയുടെ പ്രതിപ്രവർത്തനങ്ങൾ എന്നിവ പഠിക്കുന്ന ശാസ്ത്രശാഖയാണ്. അണുബോംബ്, ന്യൂക്ലിയർ ഊർജ്ജം, റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പുകൾ തുടങ്ങിയ നിരവധി സാങ്കേതികവിദ്യകൾക്ക് ഇത് അടിസ്ഥാനമാണ്. ഒരു ന്യൂക്ലിയസിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടോണുകളുടെ എണ്ണം Z എന്താണ് എന്നറിയപ്പെടുന്നത്? അറ്റോമിക് നമ്പർ, ആറ്റോമിക സംഖ്യ. ഒരു മൂലകത്തിന്റെ അറ്റോമിക് നമ്പർ ആ മൂലകത്തെ തിരിച്ചറിയാൻ സഹായിക്കുന്ന അടിസ്ഥാന ഗുണമാണ്. ഇത് ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്നു, കൂടാതെ ഒരു നിഷ്പക്ഷ ആറ്റത്തിൽ ഇലക്ട്രോണുകളുടെ എണ്ണത്തിന് തുല്യമായിരിക്കും. ഒരു ന്യൂക്ലിയസിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണം എന്താണ് എന്നറിയപ്പെടുന്നത്? മാസ് നമ്പർ, പിണ്ഡസംഖ്യ. ഒരു ആറ്റത്തിന്റെ മാസ് നമ്പർ അതിന്റെ പിണ്ഡത്തിന്റെ ഭൂരിഭാഗവും ഉൾക്കൊള്ളുന്നു. ഇത് ന്യൂക്ലിയസിലെ കനത്ത കണങ്ങളായ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഐസോട്ടോപ്പുകൾക്ക് ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുകളുമായിരിക്കും. ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന ഏത് മൗലിക കണികക്കാണ് ചാർജ് ഇല്ലാത്തത്? ന്യൂട്രോൺ. ന്യൂട്രോൺ എന്നത് ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിലുള്ള ചാർജ് ഇല്ലാത്ത കണികയാണ്. 1932-ൽ ജെയിംസ് ചാഡ്വിക്കാണ് ഇത് കണ്ടെത്തിയത്. ന്യൂക്ലിയസിന്റെ സ്ഥിരത നിലനിർത്തുന്നതിൽ ന്യൂട്രോണുകൾക്ക് പ്രധാന പങ്കുണ്ട്. ഒരു ആറ്റത്തിന്റെ ഭൂരിഭാഗം പിണ്ഡവും എവിടെയാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്? ന്യൂക്ലിയസിൽ, പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും രൂപത്തിൽ.
ആറ്റത്തിന്റെ മധ്യഭാഗത്തുള്ള ന്യൂക്ലിയസിലാണ് അതിന്റെ ഭൂരിഭാഗം പിണ്ഡവും അടങ്ങിയിരിക്കുന്നത്. പ്രോട്ടോണുകളും ന്യൂട്രോണുകളുമാണ് ന്യൂക്ലിയസിലെ പ്രധാന കണികകൾ. ഇലക്ട്രോണുകൾക്ക് പിണ്ഡം വളരെ കുറവായതിനാൽ ആറ്റത്തിന്റെ മൊത്തം പിണ്ഡത്തിൽ അവയ്ക്ക് കാര്യമായ സ്വാധീനമില്ല. ഒരു നിഷ്പക്ഷ ആറ്റത്തിൽ ഇലക്ട്രോണുകളുടെയും പ്രോട്ടോണുകളുടെയും എണ്ണം തമ്മിലുള്ള ബന്ധം എന്താണ്? ഇലക്ട്രോണുകളുടെ എണ്ണം പ്രോട്ടോണുകളുടെ എണ്ണത്തിന് തുല്യമാണ്. ഒരു നിഷ്പക്ഷ ആറ്റത്തിൽ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളുടെ എണ്ണവും നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളുടെ എണ്ണവും തുല്യമായിരിക്കും. ഇത് ആറ്റത്തിന്റെ മൊത്തത്തിലുള്ള വൈദ്യുത ചാർജ് പൂജ്യമാക്കാൻ സഹായിക്കുന്നു. ഇലക്ട്രോൺ കണ്ടുപിടിച്ചതാര്? ഏതു വർഷം? ജെ തോംസൺ 1897 ൽ. ഇലക്ട്രോൺ ആറ്റത്തിലെ ഒരു അടിസ്ഥാന കണികയാണ്. 1897 ൽ ജെ തോംസൺ കാഥോഡ് റേ ട്യൂബ് പരീക്ഷണങ്ങളിലൂടെയാണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത്. ഇത് ആറ്റത്തിന്റെ ഘടനയെക്കുറിച്ചുള്ള ആധുനിക പഠനങ്ങൾക്ക് വഴിയൊരുക്കി. പ്രോട്ടോൺ കണ്ടുപിടിച്ചതാര്? ആരാണ് അതിന് പേര് നൽകിയത്? ഗോൾഡ്സ്റ്റൈൻ 1886 ൽ കണ്ടുപിടിച്ചു. റദർഫോർഡ് അതിന് പേര് നൽകി. ആറ്റത്തിന്റെ ന്യൂക്ലിയസിലുള്ള പോസിറ്റീവ് ചാർജുള്ള കണികയാണ് പ്രോട്ടോൺ. യൂജിൻ ഗോൾഡ്സ്റ്റൈൻ കനാൽ രശ്മികളുടെ കനാൽ കിരണങ്ങൾ പഠനത്തിലൂടെ പ്രോട്ടോണിന്റെ സാന്നിധ്യം കണ്ടെത്തി. പിന്നീട് ഏണസ്റ്റ് റദർഫോർഡ് ഈ കണികയ്ക്ക് പ്രോട്ടോൺ എന്ന് പേര് നൽകി. ന്യൂട്രോൺ കണ്ടുപിടിച്ചതാര്? ഏതു വർഷം? ജെയിംസ് ചാഡ്വിക് 1932 ൽ. ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ കാണുന്ന ചാർജ് ഇല്ലാത്ത കണികയാണ് ന്യൂട്രോൺ. ജെയിംസ് ചാഡ്വിക് 1932 ൽ നടത്തിയ പരീക്ഷണങ്ങളിലൂടെയാണ് ന്യൂട്രോണിനെ കണ്ടെത്തിയത്. ഈ കണ്ടുപിടുത്തം അണുബോംബിന്റെയും ആണവ റിയാക്ടറുകളുടെയും വികസനത്തിന് നിർണായകമായി. ഏത് അടിസ്ഥാന കണികക്കാണ് ഏറ്റവും കൂടുതൽ തുളച്ചുകയറാനുള്ള കഴിവുള്ളത്? ന്യൂട്രോൺ. ന്യൂട്രോണിന് വൈദ്യുത ചാർജ് ഇല്ലാത്തതിനാൽ മറ്റ് ആറ്റങ്ങളുമായോ ഇലക്ട്രോണുകളുമായോ ഇത് പ്രതിപ്രവർത്തിക്കുന്നത് കുറവാണ്. ഇത് ന്യൂട്രോണിന് ദ്രവ്യത്തിലൂടെ എളുപ്പത്തിൽ തുളച്ചുകയറാൻ സഹായിക്കുന്നു. ഈ സവിശേഷത ആണവ റിയാക്ടറുകളിലും റേഡിയോഗ്രഫിയിലും പ്രയോജനപ്പെടുത്തുന്നു. ഇലക്ട്രോണിന്റെ പ്രതികണിക ആന്റിപാർട്ടിക്കിൾ എന്താണ്? പോസിട്രോൺ. ഇലക്ട്രോണിന്റെ പ്രതികണികയാണ് പോസിട്രോൺ. ഇതിന് ഇലക്ട്രോണിന്റെ അതേ പിണ്ഡവും സ്പിന്നുമുണ്ടെങ്കിലും പോസിറ്റീവ് ചാർജാണ്. പോസിട്രോൺ എമിഷൻ ടോമോഗ്രഫി, പെറ്റ് സ്കാനുകൾ പോലുള്ള വൈദ്യശാസ്ത്രപരമായ ഇമേജിംഗിൽ പോസിട്രോണുകൾ ഉപയോഗിക്കുന്നു. ഏത് അടിസ്ഥാന കണികകൾക്കാണ് ഏകദേശം പിണ്ഡമില്ലാത്തതും ചാർജില്ലാത്തതുമായ സ്വഭാവമുള്ളത്? ന്യൂട്രിനോകൾ. ന്യൂട്രിനോകൾ വളരെ ചെറിയ പിണ്ഡവും ചാർജുമില്ലാത്തതിനാൽ മറ്റ് ദ്രവ്യങ്ങളുമായി വളരെ കുറഞ്ഞ പ്രതിപ്രവർത്തനം മാത്രമേയുള്ളൂ. സൂര്യൻ, സൂപ്പർനോവകൾ, ആണവ റിയാക്ടറുകൾ എന്നിവയിൽ നിന്നാണ് ന്യൂട്രിനോകൾ പ്രധാനമായും ഉത്ഭവിക്കുന്നത്. പൈമെസോൺ പയോൺ കണ്ടുപിടിച്ചതാര്? ഏതു വർഷം? ഹിഡെകി യുഗാവ 1935 ൽ. ഹിഡെകി യുഗാവ 1935 ൽ ആണവ ശക്തികളെ ന്യൂക്ലിയർ ഫോഴ്സ് വിശദീകരിക്കുന്നതിനായി പൈമെസോണുകളുടെ പയോണുകൾ നിലനിൽപ്പ് പ്രവചിച്ചു. ഈ കണികകൾ ന്യൂക്ലിയസിനുള്ളിലെ പ്രോട്ടോണുകളെയും ന്യൂട്രോണുകളെയും ഒരുമിച്ച് നിർത്താൻ സഹായിക്കുന്നു. വളരെ സ്ഥിരതയുള്ള ന്യൂക്ലിയസുകളുടെ N-P അനുപാതം ഏകദേശം എത്രയാണ്? ഏകദേശം 1. ന്യൂക്ലിയസിന്റെ സ്ഥിരത നിർണ്ണയിക്കുന്നതിൽ ന്യൂട്രോണുകളുടെയും പ്രോട്ടോണുകളുടെയും അനുപാതം ഒരു പ്രധാന ഘടകമാണ്. ഭാരം കുറഞ്ഞ സ്ഥിരതയുള്ള ആറ്റങ്ങളിൽ ഈ അനുപാതം ഏകദേശം 1 ആയിരിക്കും. ഇത് ന്യൂക്ലിയസിലെ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകൾക്കിടയിലെ വികർഷണ ബലത്തെ സന്തുലിതമാക്കാൻ സഹായിക്കുന്നു. ന്യൂക്ലിയസിന്റെ N-P അനുപാതം എത്രയാകുമ്പോഴാണ് അത് വളരെ അസ്ഥിരവും റേഡിയോ ആക്റ്റീവും ആകുന്നത്? N-P അനുപാതം 1.5 ൽ കൂടുമ്പോൾ. ന്യൂക്ലിയസിന്റെ N-P അനുപാതം 1.5 ൽ കൂടുമ്പോൾ ന്യൂട്രോണുകളുടെ എണ്ണം പ്രോട്ടോണുകളേക്കാൾ വളരെ അധികമാകുകയും ന്യൂക്ലിയസ് അസ്ഥിരമാകുകയും ചെയ്യും. ഈ അവസ്ഥയിൽ ന്യൂക്ലിയസ് സ്ഥിരത നേടുന്നതിനായി ആൽഫ, ബീറ്റ കണങ്ങളെ പുറത്തുവിട്ട് റേഡിയോ ആക്റ്റീവ് വികിരണം നടത്തുന്നു. അസ്ഥിരമായ ന്യൂക്ലിയസുകൾ സ്ഥിരത കൈവരിക്കുന്നതിനായി സ്വയമേവ ആൽഫ, ബീറ്റ, ഗാമ രശ്മികൾ പുറത്തുവിടുന്ന പ്രതിഭാസം എന്താണ്? റേഡിയോ ആക്ടിവിറ്റി. റേഡിയോ ആക്ടിവിറ്റി എന്നത് അസ്ഥിരമായ ആറ്റോമിക് ന്യൂക്ലിയസുകൾ വിഘടിച്ച് ഊർജ്ജവും കണികകളും പുറത്തുവിടുന്ന പ്രകൃതിദത്തമായ ഒരു പ്രതിഭാസമാണ്. ഈ പ്രക്രിയയിലൂടെ ന്യൂക്ലിയസ് കൂടുതൽ സ്ഥിരതയുള്ള ഒരു അവസ്ഥയിലേക്ക് മാറുന്നു.
വൈദ്യശാസ്ത്രം, ഊർജ്ജോൽപാദനം തുടങ്ങിയ വിവിധ മേഖലകളിൽ റേഡിയോ ആക്ടിവിറ്റി ഉപയോഗിക്കുന്നു. ഒരു റേഡിയോ ആക്റ്റീവ് പദാർത്ഥത്തിന്റെ പകുതി നശിക്കാൻ എടുക്കുന്ന സമയത്തെ എന്തു പറയുന്നു? അർദ്ധായുസ്, ഹാഫ് ലൈഫ് പീരിയഡ്. റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പുകൾക്ക് അവയുടെ അസ്ഥിരത കാരണം സ്വയം നശിക്കാനുള്ള കഴിവുണ്ട്. ഒരു റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പിന്റെ ആറ്റങ്ങളുടെ എണ്ണം പകുതിയായി കുറയാൻ എടുക്കുന്ന സമയമാണ് അതിന്റെ അർദ്ധായുസ്. ഈ ആശയം റേഡിയോമെട്രിക് ഡേറ്റിംഗിലും ആണവ ഊർജ്ജ വ്യവസായത്തിലും പ്രധാനമാണ്. ഒരു റേഡിയോ ആക്റ്റീവ് മൂലകം മറ്റൊരു മൂലകമായി മാറുന്ന പ്രക്രിയയെ എന്തു വിളിക്കുന്നു? ട്രാൻസ്മ്യൂട്ടേഷൻ. ഒരു റേഡിയോ ആക്റ്റീവ് മൂലകം ആൽഫ, ബീറ്റ അല്ലെങ്കിൽ ഗാമ കണങ്ങളെ പുറത്തുവിട്ട് മറ്റൊരു മൂലകമായി മാറുന്ന പ്രക്രിയയാണ് ട്രാൻസ്മ്യൂട്ടേഷൻ. പ്രകൃതിയിൽ സ്വാഭാവികമായും സംഭവിക്കുന്ന ഈ പ്രതിഭാസം ആണവ റിയാക്ടറുകളിൽ പുതിയ മൂലകങ്ങൾ നിർമ്മിക്കാനും ഉപയോഗിക്കുന്നു. വ്യാവസായിക അല്ലെങ്കിൽ വൈദ്യശാസ്ത്ര ആവശ്യങ്ങൾക്കായി റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പുകൾ സാധാരണയായി എങ്ങനെയാണ് നിർമ്മിക്കുന്നത്? ഒരു ന്യൂക്ലിയർ റിയാക്ടറിനുള്ളിൽ ഒരു പദാർത്ഥത്തെ ന്യൂട്രോണുകൾ ഉപയോഗിച്ച് ബോംബ് ചെയ്യുന്നതിലൂടെ. റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പുകൾ നിർമ്മിക്കുന്നതിനുള്ള പ്രധാന മാർഗം ന്യൂക്ലിയർ റിയാക്ടറുകളാണ്. ലക്ഷ്യമിടുന്ന പദാർത്ഥത്തെ ന്യൂട്രോണുകൾ ഉപയോഗിച്ച് അടിച്ചുകൊണ്ട് അതിന്റെ ആറ്റോമിക് ഘടനയിൽ മാറ്റം വരുത്തി ആവശ്യമുള്ള റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പുകൾ ഉത്പാദിപ്പിക്കുന്നു. ഇത് വൈദ്യശാസ്ത്രരംഗത്തും വ്യവസായത്തിലും വലിയ പ്രാധാന്യമുള്ളതാണ്. ഉയർന്ന ഊർജ്ജമുള്ള ഗാമ രശ്മികൾ പുറത്തുവിടുന്നതിനാൽ ക്യാൻസർ ചികിത്സയിൽ ഉപയോഗിക്കുന്ന റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ് ഏതാണ്? കോബാൾട്ട് 60. കോബാൾട്ട് 60 ഒരു റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പാണ്. ഇത് ഗാമ രശ്മികൾ പുറത്തുവിട്ട് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാൻ റേഡിയേഷൻ തെറാപ്പിയിൽ വ്യാപകമായി ഉപയോഗിക്കുന്നു. ഇതിന്റെ ഉയർന്ന ഊർജ്ജമുള്ള വികിരണം ട്യൂമറുകളെ കൃത്യമായി ലക്ഷ്യം വെക്കാൻ സഹായിക്കുന്നു. തൈറോയിഡ് ഗ്രന്ഥിയുടെ ക്യാൻസർ ചികിത്സയിൽ ഉപയോഗിക്കുന്ന റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ് ഏതാണ്? അയോഡിൻ 131 131. അയോഡിൻ 131 തൈറോയിഡ് ഗ്രന്ഥിയുടെ രോഗനിർണയത്തിനും ചികിത്സയ്ക്കും ഉപയോഗിക്കുന്ന ഒരു പ്രധാന റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പാണ്. തൈറോയിഡ് ഗ്രന്ഥി അയോഡിൻ ആഗിരണം ചെയ്യുന്നതിനാൽ 131 ശരീരത്തിൽ പ്രവേശിപ്പിക്കുമ്പോൾ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാൻ സഹായിക്കുന്നു. കാർബൺ 14, കാർബൺ 12 എന്നിവയുടെ അനുപാതം വിശകലനം ചെയ്ത് ജൈവ അവശിഷ്ടങ്ങളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന രീതി ഏതാണ്? കാർബൺ ഡേറ്റിംഗ് രീതി. കാർബൺ ഡേറ്റിംഗ് എന്നത് പുരാവസ്തുശാസ്ത്രത്തിലും ഭൗമശാസ്ത്രത്തിലും ജൈവവസ്തുക്കളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ശാസ്ത്രീയ രീതിയാണ്. ജീവിച്ചിരിക്കുന്ന വസ്തുക്കളിൽ കാർബൺ 14, കാർബൺ 12 എന്നിവയുടെ അനുപാതം സ്ഥിരമായിരിക്കും. എന്നാൽ ജീവികൾ നശിക്കുമ്പോൾ കാർബൺ 14ന്റെ അളവ് അർദ്ധായുസ് അനുസരിച്ച് കുറയുന്നു. ഇത് വിശകലനം ചെയ്ത് കാലപ്പഴക്കം കണ്ടെത്താം. പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ചേർന്ന് ഒരു ന്യൂക്ലിയസ് രൂപീകരിക്കുമ്പോൾ പുറത്തുവിടുന്ന ഊർജ്ജത്തെ എന്തു വിളിക്കുന്നു? ബൈൻഡിംഗ് എനർജി, ബന്ധനോർജ്ജം. ഒരു അണുകേന്ദ്രം രൂപീകരിക്കാൻ പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഒന്നിക്കുമ്പോൾ ദ്രവ്യത്തിന് ഒരു ചെറിയ കുറവ് സംഭവിക്കുന്നു. ഈ കുറഞ്ഞ ദ്രവ്യം ഐൻസ്റ്റീന്റെ E=mc² എന്ന സമവാക്യമനുസരിച്ച് ഊർജ്ജമായി പുറത്തുവിടുന്നു. ഇതിനെ ബൈൻഡിംഗ് എനർജി അല്ലെങ്കിൽ ബന്ധനോർജ്ജം എന്ന് പറയുന്നു. ഈ ഊർജ്ജമാണ് അണുകേന്ദ്രത്തെ സ്ഥിരമായി നിലനിർത്തുന്നത്. ഒരു ഭാരമേറിയ അണുകേന്ദ്രം രണ്ടോ അതിലധികമോ ഭാരം കുറഞ്ഞ അണുകേന്ദ്രങ്ങളായി പിളരുന്ന പ്രക്രിയയെ എന്തു വിളിക്കുന്നു? ന്യൂക്ലിയർ ഫിഷൻ, അണുകേന്ദ്ര വിഭജനം. ന്യൂക്ലിയർ ഫിഷൻ എന്നത് ഒരു ഭാരമേറിയ അണുകേന്ദ്രം, ഉദാഹരണത്തിന് യുറേനിയം, ന്യൂട്രോണുകൾ ഉപയോഗിച്ച് ആഘാതം ഏൽപ്പിക്കുമ്പോൾ രണ്ടോ അതിലധികമോ ഭാരം കുറഞ്ഞ അണുകേന്ദ്രങ്ങളായി പിളരുന്ന പ്രതിഭാസമാണ്. ഈ പ്രക്രിയയിൽ വലിയ അളവിൽ ഊർജ്ജം പുറത്തുവിടുന്നു. ഇത് ആണവ നിലയങ്ങളിലും ആണവ ബോംബുകളിലും ഉപയോഗിക്കുന്നു. ഒരു ആറ്റം ബോംബിന്റെ വിനാശകരമായ ശക്തിക്ക് കാരണമാകുന്ന ആണവപ്രവർത്തനം ഏതാണ്? ന്യൂക്ലിയർ ഫിഷൻ, അണുകേന്ദ്ര വിഭജനം. ആറ്റം ബോംബുകൾക്ക് പിന്നിലെ അടിസ്ഥാന തത്വം ന്യൂക്ലിയർ ഫിഷനാണ്. ഒരു ന്യൂട്രോൺ ഭാരമേറിയ അണുകേന്ദ്രത്തെ പിളർക്കുകയും ഈ പ്രക്രിയയിൽ കൂടുതൽ ന്യൂട്രോണുകൾ പുറത്തുവിടുകയും അവ മറ്റ് അണുകേന്ദ്രങ്ങളെ പിളർത്തുകയും ചെയ്യുന്ന ഒരു ശൃംഖലാ പ്രതിപ്രവർത്തനം, ചെയിൻ റിയാക്ഷൻ, ഇത് സൃഷ്ടിക്കുന്നു. ഈ ശൃംഖലാ പ്രതിപ്രവർത്തനം അനിയന്ത്രിതമായി നടക്കുമ്പോൾ വൻതോതിലുള്ള ഊർജ്ജം പുറത്തുവിടുകയും അത് വലിയ സ്ഫോടനത്തിന് കാരണമാവുകയും ചെയ്യുന്നു. എന്താണ് എൻറിച്ച്ഡ് യുറേനിയം? സ്വാഭാവിക യുറേനിയത്തേക്കാൾ വിഘടനം സംഭവിക്കാൻ സാധ്യതയുള്ള ഐസോടോപ്പായ U-235ന്റെ സാന്ദ്രത കൂടുതലുള്ള യുറേനിയം.
സ്വാഭാവിക യുറേനിയത്തിൽ U238, U235 എന്നീ ഐസോടോപ്പുകൾ അടങ്ങിയിരിക്കുന്നു. അതിൽ U235 വളരെ കുറഞ്ഞ അളവിലാണ്, ഏകദേശം 0.7% കാണപ്പെടുന്നത്. ആണവ റിയാക്ടറുകളിലും ആണവായുധങ്ങളിലും ഉപയോഗിക്കാൻ U235ന്റെ സാന്ദ്രത വർദ്ധിപ്പിക്കുന്ന പ്രക്രിയയാണ് യുറേനിയം എൻറിച്ച്മെന്റ്. ഇങ്ങനെ U235ന്റെ അളവ് കൂട്ടിയ യുറേനിയത്തെയാണ് എൻറിച്ച്ഡ് യുറേനിയം എന്ന് പറയുന്നത്. യുറേനിയം 235 കൂടാതെ ഒരു അണുബോംബിൽ സാധാരണയായി ഉപയോഗിക്കുന്ന മറ്റ് ഐസോടോപ്പ് ഏതാണ്? പ്ലൂട്ടോണിയം 239. അണുബോംബുകളിൽ ഉപയോഗിക്കുന്ന പ്രധാന വിഘടന വസ്തുക്കളാണ് യുറേനിയം 235ഉം പ്ലൂട്ടോണിയം 239ഉം. ഇവയുടെ അണുക്കൾ വിഘടിപ്പിച്ച് വലിയ തോതിലുള്ള ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് ശൃംഖലാപ്രവർത്തനത്തിലൂടെ അനിയന്ത്രിതമായ സ്ഫോടനത്തിലേക്ക് നയിക്കുന്നു. രണ്ടോ അതിലധികമോ ഭാരം കുറഞ്ഞ അണുകേന്ദ്രങ്ങൾ ചേർന്ന് ഒരു ഭാരം കൂടിയ അണുകേന്ദ്രം രൂപപ്പെടുകയും ഊർജ്ജം പുറത്തുവിടുകയും ചെയ്യുന്ന പ്രക്രിയ എന്താണ്? ന്യൂക്ലിയർ ഫ്യൂഷൻ. ന്യൂക്ലിയർ ഫ്യൂഷൻ എന്നത് ചെറിയ അണുകേന്ദ്രങ്ങൾ സംയോജിച്ച് വലിയ അണുകേന്ദ്രങ്ങൾ ഉണ്ടാകുന്ന പ്രക്രിയയാണ്. ഈ പ്രക്രിയയിൽ വൻതോതിൽ ഊർജ്ജം പുറത്തുവിടുന്നു. സൂര്യനിലും മറ്റ് നക്ഷത്രങ്ങളിലും ഊർജ്ജോൽപാദനം നടക്കുന്നത് ഈ പ്രതിഭാസം വഴിയാണ്. സൂര്യന്റെ പ്രകാശത്തിന്റെയും താപ ഊർജ്ജത്തിന്റെയും പ്രധാന ഉറവിടം എന്താണ്? ന്യൂക്ലിയർ ഫ്യൂഷൻ. സൂര്യന്റെ ഊർജ്ജോൽപാദനത്തിന്റെ അടിസ്ഥാനം ന്യൂക്ലിയർ ഫ്യൂഷനാണ്. ഹൈഡ്രജൻ അണുകേന്ദ്രങ്ങൾ ചേർന്ന് ഹീലിയം അണുകേന്ദ്രങ്ങൾ രൂപപ്പെടുകയും ഈ പ്രക്രിയയിലൂടെ വലിയ അളവിൽ പ്രകാശവും താപവും പുറത്തുവിടുകയും ചെയ്യുന്നു. ഇത് കോടിക്കണക്കിന് വർഷങ്ങളായി സൂര്യനെ ജ്വലിപ്പിച്ചു നിർത്തുന്നു. ഒരു ഹൈഡ്രജൻ ബോംബിൽ ഏതുതരം അണുപ്രവർത്തനമാണ് ഉപയോഗിക്കുന്നത്? അനിയന്ത്രിത ന്യൂക്ലിയർ ഫ്യൂഷൻ. ഹൈഡ്രജൻ ബോംബുകൾ അനിയന്ത്രിതമായ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന തത്വത്തെ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത്. ഇതിൽ ഉയർന്ന താപനിലയിൽ ഹൈഡ്രജൻ ഐസോടോപ്പുകൾ സംയോജിച്ച് വലിയ അളവിൽ ഊർജ്ജം പുറത്തുവിടുന്നു. ഒരു ഫ്യൂഷൻ പ്രതിപ്രവർത്തനം ആരംഭിക്കാൻ ആവശ്യമായ ഉയർന്ന താപനില ഒരു ഫിഷൻ ബോംബ് ഉപയോഗിച്ച് ഉത്പാദിപ്പിക്കുന്നു. ഇലക്ട്രോൺ കണ്ടെത്തിയത് ആരാണ്? ജെ തോംസൺ. ജെ തോംസൺ 1897 കാഥോഡ് റേ ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ ഇലക്ട്രോൺ കണ്ടെത്തി. ഇത് അണുക്കളുടെ ഘടനയെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയിൽ വിപ്ലവം സൃഷ്ടിച്ചു. ഇലക്ട്രോൺ അണുവിനുള്ളിലെ നെഗറ്റീവ് ചാർജുള്ള കണികയാണെന്ന് അദ്ദേഹം തെളിയിച്ചു. പ്രോട്ടോണിന്റെ കണ്ടെത്തലിനും പേരുകൾക്കും ആരുടെ പേരിലാണ് അംഗീകാരം? ഗോൾഡ്സ്റ്റീൻ കണ്ടെത്തൽ റദർഫോർഡ് പേരു നൽകിയത്. യൂജിൻ ഗോൾഡ്സ്റ്റീൻ 1886 കനാൽ രശ്മികൾ നിരീക്ഷിച്ച് പ്രോട്ടോണിന്റെ സാന്നിധ്യം സൂചിപ്പിച്ചു. പിന്നീട് ഏണസ്റ്റ് റദർഫോർഡ് 1917 ഈ കണികയ്ക്ക് പ്രോട്ടോൺ എന്ന് പേരു നൽകുകയും അതിന്റെ സവിശേഷതകൾ വിശദീകരിക്കുകയും ചെയ്തു. പ്രോട്ടോൺ അണുവിന്റെ അണുകേന്ദ്രത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണികയാണ്. ന്യൂട്രോൺ കണ്ടെത്തിയത് ആരാണ്? ജെയിംസ് ചാഡ്വിക്ക്. ജെയിംസ് ചാഡ്വിക്ക് 1932 ന്യൂട്രോൺ കണ്ടെത്തി. ഇത് അണുകേന്ദ്രത്തിനുള്ളിൽ പ്രോട്ടോണുകൾക്കൊപ്പം സ്ഥിതി ചെയ്യുന്ന ചാർജില്ലാത്ത ഒരു കണികയാണ്. ന്യൂട്രോണിന്റെ കണ്ടെത്തൽ അണുഘടനയെക്കുറിച്ചുള്ള ധാരണ പൂർത്തിയാക്കാനും ന്യൂക്ലിയർ ഫിഷൻ പോലുള്ള പ്രതിപ്രവർത്തനങ്ങൾ വിശദീകരിക്കാനും സഹായിച്ചു. ദ്രവ്യം അവിഭാജ്യമായ ആറ്റങ്ങളാൽ നിർമ്മിതമാണെന്ന് ആദ്യമായി നിർദ്ദേശിച്ച അണുസിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ജോൺ ഡാൾട്ടൺ. ജോൺ ഡാൾട്ടൺ 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ആദ്യത്തെ ആധുനിക അണുസിദ്ധാന്തം അവതരിപ്പിച്ചു. എല്ലാ ദ്രവ്യവും ആറ്റം എന്നറിയപ്പെടുന്ന അവിഭാജ്യ കണങ്ങളാൽ നിർമ്മിതമാണെന്നും ഒരേ മൂലകത്തിന്റെ ആറ്റങ്ങൾക്ക് സമാനമായ സ്വഭാവങ്ങളുണ്ടെന്നും അദ്ദേഹം വിശദീകരിച്ചു. ഈ സിദ്ധാന്തം ആധുനിക രസതന്ത്രത്തിന്റെ അടിസ്ഥാനമായി മാറി. അണുബോംബിലേക്കുള്ള ഒരു പ്രധാന ചുവടുവെപ്പായ ന്യൂക്ലിയർ ഫിഷന്റെ കണ്ടെത്തലിന് ആർക്കാണ് അംഗീകാരം? ഓട്ടോ ഹാൻ. ഓട്ടോ ഹാൻ, ഫ്രിറ്റ്സ് സ്ട്രാസ്മാൻ എന്നിവർ ചേർന്ന് 1938 ന്യൂക്ലിയർ ഫിഷൻ കണ്ടെത്തി. ഒരു ഭാരം കൂടിയ അണുകേന്ദ്രം രണ്ടോ അതിലധികമോ ചെറിയ അണുകേന്ദ്രങ്ങളായി വിഘടിക്കുന്ന ഈ പ്രക്രിയയിൽ വലിയ അളവിൽ ഊർജ്ജം പുറത്തുവിടുന്നു. ഇത് അണുബോംബിന്റെയും ന്യൂക്ലിയർ റിയാക്ടറുകളുടെയും അടിസ്ഥാന തത്വമായി മാറി. അണുഘടനയുടെ ആധുനിക മാതൃക വികസിപ്പിക്കുന്നതിൽ പ്രധാന സംഭാവനകൾ നൽകിയത് ആരാണ്? നീൽസ് ബോർ, ഏണസ്റ്റ് റദർഫോർഡ്. ഏണസ്റ്റ് റദർഫോർഡ് 1911 അണുവിന്റെ ന്യൂക്ലിയർ മാതൃക അവതരിപ്പിച്ചു.
നീൽസ് ബോർ 1913 ബോർ മാതൃക അവതരിപ്പിച്ച് ഇലക്ട്രോണുകൾ നിശ്ചിത ഭ്രമണപഥങ്ങളിൽ ഊർജ്ജനിലകളിലായി ന്യൂക്ലിയസിനെ ചുറ്റുന്നു എന്ന് വിശദീകരിച്ചു. ഇവരുടെ സംഭാവനകൾ അണുഘടനയെക്കുറിച്ചുള്ള ആധുനിക ധാരണയ്ക്ക് അടിത്തറ പാകി. ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ആര്? ഐസക് ന്യൂട്ടൺ. സർ ഐസക് ന്യൂട്ടൺ 17-ാം നൂറ്റാണ്ടിൽ ആവിഷ്കരിച്ച ചലന നിയമങ്ങൾ ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ അടിസ്ഥാനമാണ്. ഈ 3 നിയമങ്ങൾ ഒരു വസ്തുവിന്റെ ചലനത്തെയും അതിൽ പ്രവർത്തിക്കുന്ന ബലങ്ങളെയും കുറിച്ച് വിശദീകരിക്കുന്നു. റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ചത് ആര്? ഹെൻറി ബെക്കറൽ. 1896 ഫ്രഞ്ച് ഭൗതികശാസ്ത്രജ്ഞനായ ഹെൻറി ബെക്കറലാണ് റേഡിയോ ആക്ടിവിറ്റി കണ്ടെത്തിയത്. യുറേനിയം ലവണങ്ങൾ പ്രകാശത്തിന്റെ അഭാവത്തിലും ഫോട്ടോപ്ലേറ്റുകളെ സ്വാധീനിക്കുന്നതായി അദ്ദേഹം നിരീക്ഷിച്ചു. റേഡിയം കണ്ടുപിടിച്ചത് ആര്? മേരി ക്യൂറി. മേരി ക്യൂറിയും അവരുടെ ഭർത്താവ് പിയറി ക്യൂറിയും ചേർന്നാണ് 1898 റേഡിയം കണ്ടെത്തിയത്. പിച്ച്ബ്ലെൻഡ് എന്ന ധാതുവിൽ നിന്നാണ് അവർ ഇത് വേർതിരിച്ചെടുത്തത്. റേഡിയത്തിന്റെ കണ്ടെത്തൽ റേഡിയോ ആക്ടിവിറ്റിയെക്കുറിച്ചുള്ള പഠനത്തിൽ ഒരു പ്രധാന വഴിത്തിരിവായി. ആപേക്ഷികതാ സിദ്ധാന്തം വികസിപ്പിച്ചത് ആര്? ആൽബർട്ട് ഐൻസ്റ്റീൻ. ആൽബർട്ട് ഐൻസ്റ്റീൻ 1905 പ്രത്യേക ആപേക്ഷികതാ സിദ്ധാന്തവും പിന്നീട് പൊതു ആപേക്ഷികതാ സിദ്ധാന്തവും ആവിഷ്കരിച്ചു. ഈ സിദ്ധാന്തങ്ങൾ സ്ഥലവും സമയവും ഗുരുത്വാകർഷണവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വിശദീകരിക്കുന്നു. വൈദ്യുതകാന്തിക ഇൻഡക്ഷൻ കണ്ടുപിടിച്ചത് ആര്? മൈക്കിൾ ഫാരഡേ. മൈക്കിൾ ഫാരഡേ 1831 വൈദ്യുതകാന്തിക ഇൻഡക്ഷൻ കണ്ടെത്തി. ഒരു കാന്തികക്ഷേത്രത്തിലെ മാറ്റങ്ങൾ ഒരു കണ്ടക്ടറിൽ വൈദ്യുത പ്രവാഹം ഉണ്ടാക്കുന്നു എന്ന് അദ്ദേഹം തെളിയിച്ചു. ഇത് ജനറേറ്ററുകളുടെയും ട്രാൻസ്ഫോർമറുകളുടെയും പ്രവർത്തന തത്വങ്ങൾക്ക് അടിസ്ഥാനമായി മാറി. രാമൻ പ്രഭാവം കണ്ടുപിടിച്ചത് ആര്? സി.വി. രാമൻ. ഇന്ത്യൻ ഭൗതികശാസ്ത്രജ്ഞനായ സർ സി.വി. രാമൻ 1928 രാമൻ പ്രഭാവം കണ്ടെത്തി. ഒരു പ്രകാശകിരണം സുതാര്യമായ ഒരു വസ്തുവിലൂടെ കടന്നുപോകുമ്പോൾ അതിന്റെ തരംഗദൈർഘ്യത്തിൽ മാറ്റം വരുന്ന പ്രതിഭാസമാണിത്. എക്സ്റേ കണ്ടുപിടിച്ചത് ആര്? വിൽഹേം റോൺജൻ. ജർമ്മൻ ഭൗതികശാസ്ത്രജ്ഞനായ വിൽഹേം കോൺറാഡ് റോൺജൻ 1895 എക്സ്റേകൾ കണ്ടെത്തി. ഈ വൈദ്യുതകാന്തിക വികിരണങ്ങൾ വൈദ്യശാസ്ത്രത്തിലും വ്യവസായത്തിലും വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ക്വാണ്ടം സിദ്ധാന്തം മുന്നോട്ടുവെച്ചത് ആര്? മാക്സ് പ്ലാങ്ക്. ജർമ്മൻ ഭൗതികശാസ്ത്രജ്ഞനായ മാക്സ് പ്ലാങ്ക് 1900 ക്വാണ്ടം സിദ്ധാന്തം അവതരിപ്പിച്ചു. ഊർജ്ജം തുടർച്ചയായി പുറത്തുവിടാതെ ക്വാണ്ടകൾ എന്ന ചെറിയ പാക്കറ്റുകളായി പുറത്തുവിടുന്നു എന്ന് ഈ സിദ്ധാന്തം പറയുന്നു. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം വിശദീകരിച്ചത് ആര്? ആൽബർട്ട് ഐൻസ്റ്റീൻ. ആൽബർട്ട് ഐൻസ്റ്റീൻ 1905 ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം വിജയകരമായി വിശദീകരിച്ചു. പ്രകാശം വൈദ്യുതകാന്തിക തരംഗങ്ങളായും ഫോട്ടോണുകൾ എന്ന കണികകളായും പ്രവർത്തിക്കുന്നു എന്ന് അദ്ദേഹം സ്ഥാപിച്ചു. വൈദ്യുത സ്ഥിര ആകർഷണ നിയമങ്ങൾ കൂളോം നിയമം ആവിഷ്കരിച്ചത് ആര്? ചാൾസ് അഗസ്റ്റിൻ ഡി കൂളോം. ഫ്രഞ്ച് ഭൗതികശാസ്ത്രജ്ഞനായ ചാൾസ് അഗസ്റ്റിൻ ഡി കൂളോം 18-ാം നൂറ്റാണ്ടിൽ കൂളോം നിയമം ആവിഷ്കരിച്ചു. ഈ നിയമം രണ്ട് ചാർജ് ചെയ്ത കണികകൾ തമ്മിലുള്ള വൈദ്യുത ശക്തിയെക്കുറിച്ച് വിശദീകരിക്കുന്നു. ആദ്യത്തെ സ്ഥിരമായ ഫോട്ടോ ലോഹത്തിലെ ഹീലിയോഗ്രഫി ഉണ്ടാക്കിയതായി അംഗീകരിക്കപ്പെടുന്നത് ആരെയാണ്? ജോസഫ് നൈസ്ഫോർ നീപ്സ്. ജോസഫ് നൈസ്ഫോർ നീപ്സ് 1826 ലോകത്തിലെ ആദ്യത്തെ സ്ഥിരമായ ഫോട്ടോയായ വ്യൂ ഫ്രം ദി വിൻഡോ അറ്റ് ലെ ഗ്രാസ് എടുത്തു. ഹീലിയോഗ്രഫി എന്ന പ്രക്രിയ ഉപയോഗിച്ച് ഒരു പോളിഷ് ചെയ്ത ടിൻ പ്ലേറ്റിലാണ് ഈ ചിത്രം നിർമ്മിച്ചത്. ഇത് ആധുനിക ഫോട്ടോഗ്രഫിയുടെ തുടക്കമായി കണക്കാക്കപ്പെടുന്നു. കടലാസിൽ ഫോട്ടോഗ്രാഫിക് നെഗറ്റീവുകൾ നിർമ്മിക്കുന്ന കാലോടൈപ്പ് പ്രക്രിയ കണ്ടുപിടിച്ചത് ആരാണ്? വില്യം ഫോക്സ് ടാൽബോട്ട്. വില്യം ഫോക്സ് ടാൽബോട്ട് 1841 കാലോടൈപ്പ് പ്രക്രിയക്ക് പേറ്റന്റ് നേടി. ഈ കണ്ടുപിടുത്തം പേപ്പർ നെഗറ്റീവുകളിൽ നിന്ന് ഒന്നിലധികം പോസിറ്റീവ് പ്രിന്റുകൾ ഉണ്ടാക്കാൻ സഹായിച്ചു. ആധുനിക ഫോട്ടോഗ്രഫിയിൽ ഇതൊരു വലിയ മുന്നേറ്റമായിരുന്നു. ഫോട്ടോഗ്രഫിക്കു വേണ്ടി സെല്ലുലോയിഡ് ഫിലിം വികസിപ്പിക്കുന്നതിനും റോൾ ഫിലിമിലേക്ക് നയിക്കുന്നതിനും കാര്യമായ സംഭാവനകൾ നൽകിയത് ആരാണ്? ജോൺ കാബോട്ട്, ജോർജ് ഈസ്റ്റ്മൻ.
ജോർജ് ഈസ്റ്റ്മാൻ പ്രത്യേകിച്ച് 1888 ൽ കൊഡാക്ക് ക്യാമറയുടെ കണ്ടുപിടുത്തത്തിലൂടെ റോൾ ഫിലിമിന്റെ വ്യാപകമായ ഉപയോഗത്തിന് വഴിയൊരുക്കി. ഇത് ഫോട്ടോഗ്രഫിയെ സാധാരണക്കാർക്ക് പ്രാപ്യമാക്കുകയും ചിത്രമെടുക്കൽ പ്രക്രിയയെ വിപ്ലവകരമാക്കുകയും ചെയ്തു. ആവർത്തന പട്ടികയുടെ ആദ്യത്തെ വ്യാപകമായി അംഗീകരിക്കപ്പെട്ട പതിപ്പ് ഉണ്ടാക്കിയതായി അംഗീകരിക്കപ്പെടുന്നത് ആരെയാണ്? ദിമിത്രി മെൻഡലീവ്. ദിമിത്രി മെൻഡലീവ് 1869 ൽ മൂലകങ്ങളെ അവയുടെ അറ്റോമിക് ഭാരത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിച്ചുകൊണ്ട് ആവർത്തന പട്ടികയുടെ ആദ്യത്തെ രൂപം പ്രസിദ്ധീകരിച്ചു. അദ്ദേഹത്തിന്റെ പട്ടിക അജ്ഞാത മൂലകങ്ങളുടെ ഗുണങ്ങൾ പ്രവചിക്കാൻ സഹായിക്കുകയും ആധുനിക രസതന്ത്രത്തിന് ഒരു അടിസ്ഥാന ശിലയാവുകയും ചെയ്തു. ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിലെ വോൾട്ടേജ്, കറന്റ്, റെസിസ്റ്റൻസ് എന്നിവ തമ്മിലുള്ള ബന്ധം വിവരിക്കുന്ന നിയമം ആവിഷ്കരിച്ചത് ആരാണ്? ജോർജ് സൈമൺ ഓം. ജോർജ് സൈമൺ ഓം 1827 ൽ ഓം നിയമം രൂപീകരിച്ചു. ഈ നിയമം അനുസരിച്ച് ഒരു കണ്ടക്ടറിലൂടെയുള്ള കറന്റ് അതിലെ വോൾട്ടേജിന് നേർ അനുപാതത്തിലും റെസിസ്റ്റൻസിന് വിപരീത അനുപാതത്തിലുമായിരിക്കും. ഈ അടിസ്ഥാന തത്വം ഇലക്ട്രോണിക്സിന്റെയും വൈദ്യുത സർക്യൂട്ടുകളുടെയും പഠനത്തിന് അത്യന്താപേക്ഷിതമാണ്. പ്ലവക്ഷമതയുടെ തത്വം അഥവാ ആർക്കിമിഡീസ് തത്വം അല്ലെങ്കിൽ പ്ലവന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ആരാണ്? ആർക്കിമിഡീസ്. പുരാതന ഗ്രീക്ക് ഗണിതശാസ്ത്രജ്ഞനും കണ്ടുപിടുത്തക്കാരനുമായ ആർക്കിമിഡീസ് ഒരു ദ്രാവകത്തിൽ ഭാഗികമായോ പൂർണ്ണമായോ മുക്കിയ ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമതയെക്കുറിച്ച് പഠനം നടത്തി. ഈ തത്വം കപ്പലുകളുടെ രൂപകൽപ്പനയിലും ഫ്ലൂയിഡ് മെക്കാനിക്സിലും നിർണായകമാണ്. ഡയോഡ് വാൽവ്, തെർമിയോണിക് വാൽവ് കണ്ടുപിടിച്ചത് ആരാണ്? സർ ജെ എ ഫ്ലെമിംഗ്. ജോൺ ആംബ്രോസ് ഫ്ലെമിംഗ്. ജോൺ ആംബ്രോസ് ഫ്ലെമിംഗ് 1904 ൽ ആദ്യത്തെ പ്രായോഗിക തെർമിയോണിക് ഡയോഡ് കണ്ടുപിടിച്ചു. ഇത് റേഡിയോ റിസീവറുകളിൽ AC കറന്റിനെ DC കറന്റാക്കി മാറ്റാൻ ഉപയോഗിച്ചു. ആധുനിക ഇലക്ട്രോണിക്സിന്റെയും വയർലെസ് ആശയവിനിമയത്തിന്റെയും വികാസത്തിൽ ഇതൊരു നിർണായക ചുവടുവെപ്പായിരുന്നു. ആദ്യത്തെ സ്വയം നിലനിർത്തുന്ന ആണവ റിയാക്ടർ നിർമ്മിച്ചത് ആരാണ്? എൻറിക്കോ ഫെർമി. ഇറ്റാലിയൻ ഭൗതികശാസ്ത്രജ്ഞനായ എൻറിക്കോ ഫെർമി 1942 ൽ ചിക്കാഗോ പൈൽ 1 എന്ന ലോകത്തിലെ ആദ്യത്തെ സ്വയം നിലനിർത്തുന്ന ആണവ റിയാക്ടർ നിർമ്മിച്ചു. ഇത് ആണവോർജ്ജ ഉൽപ്പാദനത്തിനും ആണവായുധങ്ങളുടെ വികസനത്തിനും വഴിയൊരുക്കിയ ഒരു സുപ്രധാന കണ്ടുപിടുത്തമായിരുന്നു. വൈദ്യുത വിശ്ലേഷണം അല്ലെങ്കിൽ വൈദ്യുത വിഘടനം നിയന്ത്രിക്കുന്ന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ആരാണ്? മൈക്കിൾ ഫാരഡെ. മൈക്കിൾ ഫാരഡെ 19ാം നൂറ്റാണ്ടിൽ വൈദ്യുതകാന്തികത, വൈദ്യുത വിശ്ലേഷണം എന്നിവയിൽ നിർണായക സംഭാവനകൾ നൽകി. അദ്ദേഹത്തിന്റെ വൈദ്യുത വിശ്ലേഷണ നിയമങ്ങൾ ഒരു ലായനിയിലൂടെ വൈദ്യുതി കടന്നുപോകുമ്പോൾ ഉണ്ടാകുന്ന രാസപ്രവർത്തനങ്ങളെ വിശദീകരിക്കുന്നു. ദീർഘദൂര റേഡിയോ പ്രക്ഷേപണത്തിലും റേഡിയോ ടെലിഗ്രാഫ് സംവിധാനത്തിന്റെ വികസനത്തിലും മുൻനിരയിൽ നിന്നതിലൂടെ വ്യാപകമായി അംഗീകരിക്കപ്പെടുന്നത് ആരാണ്? ഗുഗ്ലിയെൽമോ മാർക്കോണി. ഗുഗ്ലിയെൽമോ മാർക്കോണി വയർലെസ് ടെലിഗ്രാഫിക്ക് വലിയ സംഭാവനകൾ നൽകി. അദ്ദേഹം ആദ്യത്തെ വിജയകരമായ ദീർഘദൂര വയർലെസ് ടെലിഗ്രാഫ് സിസ്റ്റം വികസിപ്പിക്കുകയും 1901 ൽ അറ്റ്ലാന്റിക് സമുദ്രത്തിന് കുറുകെയുള്ള ആദ്യത്തെ റേഡിയോ സിഗ്നൽ അയക്കുകയും ചെയ്തു. ഈ കണ്ടുപിടുത്തം ആധുനിക റേഡിയോ ആശയവിനിമയത്തിന്റെ അടിസ്ഥാനമായി മാറി. ഡൈനാമിക് കണ്ടുപിടിച്ചത് ആര്? ആൽഫ്രഡ് നോബൽ. ആൽഫ്രഡ് നോബൽ സ്വീഡിഷ് രസതന്ത്രജ്ഞനും എഞ്ചിനീയറും കണ്ടുപിടുത്തക്കാരനുമായിരുന്നു. 1867 ൽ അദ്ദേഹം ഡൈനാമിക് കണ്ടുപിടിച്ചു. ഇത് ഖനനം, നിർമ്മാണം തുടങ്ങിയ മേഖലകളിൽ വിപ്ലവം സൃഷ്ടിച്ചു. അദ്ദേഹത്തിന്റെ പേരിൽ നിന്നാണ് നോബൽ സമ്മാനം ഏർപ്പെടുത്തിയത്. ഓയിൽ ഡ്രോപ്പ് പരീക്ഷണം ഉപയോഗിച്ച് ഒരു ഇലക്ട്രോണിന്റെ ചാർജ് കൃത്യമായി അളന്നത് ആര്? റോബർട്ട് എ മില്ലിക്കൻ. അമേരിക്കൻ ഭൗതികശാസ്ത്രജ്ഞനായ റോബർട്ട് എ മില്ലിക്കൻ 1909 ൽ തന്റെ പ്രശസ്തമായ ഓയിൽ ഡ്രോപ്പ് പരീക്ഷണത്തിലൂടെ ഇലക്ട്രോണിന്റെ ചാർജ് വിജയകരമായി അളന്നു. ഈ കണ്ടുപിടുത്തം ആറ്റോമിക ഘടനയെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയിൽ നിർണായക പങ്ക് വഹിച്ചു. 1923 ൽ അദ്ദേഹത്തിന് ഭൗതികശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയർ മോഡൽ മുന്നോട്ടുവെച്ചത് ആര്? ഏണസ്റ്റ് റദർഫോർഡ്. ഏണസ്റ്റ് റദർഫോർഡ് 1911 ൽ തന്റെ ഗോൾഡ് ഫോയിൽ പരീക്ഷണത്തിന്റെ ഫലമായി ആറ്റത്തിന്റെ ന്യൂക്ലിയർ മോഡൽ അവതരിപ്പിച്ചു.
ഈ മാതൃക അനുസരിച്ച് ആറ്റത്തിന്റെ ഭൂരിഭാഗം പിണ്ഡവും പോസിറ്റീവ് ചാർജും അതിന്റെ മധ്യഭാഗത്തുള്ള ഒരു ചെറിയ ന്യൂക്ലിയസിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇത് ആറ്റോമിക സിദ്ധാന്തത്തിൽ ഒരു വലിയ മുന്നേറ്റമായിരുന്നു. ഹൈഡ്രജൻ ആറ്റത്തിന്റെ ക്വാണ്ടം മോഡൽ മുന്നോട്ടുവെച്ചത് ആര്? നീൽസ് ബോർ. ഡാനിഷ് ഭൗതികശാസ്ത്രജ്ഞനായ നീൽസ് ബോർ 1913 ഹൈഡ്രജൻ ആറ്റത്തിന്റെ ക്വാണ്ടം മോഡൽ അവതരിപ്പിച്ചു. ഈ മാതൃക ഇലക്ട്രോണുകൾക്ക് ചില പ്രത്യേക ഊർജ്ജ നിലകളിൽ മാത്രമേ നിലനിൽക്കാൻ കഴിയൂ എന്നും അവ ഒരു നിലയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുമ്പോൾ ഊർജ്ജം ആഗിരണം ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്യുന്നു എന്നും വിശദീകരിച്ചു. ആറ്റോമിക ഘടനയെക്കുറിച്ചുള്ള ധാരണയിൽ ഇത് ഒരു വലിയ മുന്നേറ്റമായിരുന്നു. തന്മാത്രകളാൽ പ്രകാശത്തിന്റെ ഇലാസ്തികതയില്ലാത്ത വിസരണം രാമൻ പ്രഭാവം കണ്ടുപിടിച്ചത് ആര്? CV രാമൻ. ഇന്ത്യൻ ഭൗതികശാസ്ത്രജ്ഞനായ CV രാമൻ 1928 രാമൻ പ്രഭാവം എന്നറിയപ്പെടുന്ന പ്രകാശത്തിന്റെ ഇലാസ്തികതയില്ലാത്ത വിസരണം കണ്ടുപിടിച്ചു. ഈ കണ്ടുപിടുത്തം തന്മാത്രകളുടെ ഘടനയും സ്വഭാവവും പഠിക്കുന്നതിനുള്ള പുതിയ വഴികൾ തുറന്നു. 1930 അദ്ദേഹത്തിന് ഭൗതികശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. ദ്രവ്യത്തിന്റെ തരംഗ സ്വഭാവം ഡി ബ്രോഗ്ലി സിദ്ധാന്തം മുന്നോട്ടുവെച്ചത് ആര്? ലൂയിസ് വിക്ടർ ഡി ബ്രോഗ്ലി. ഫ്രഞ്ച് ഭൗതികശാസ്ത്രജ്ഞനായ ലൂയിസ് വിക്ടർ ഡി ബ്രോഗ്ലി 1924 ദ്രവ്യത്തിന്റെ തരംഗ സ്വഭാവം എന്ന ആശയം മുന്നോട്ടുവെച്ചു. ഈ സിദ്ധാന്തമനുസരിച്ച് പ്രകാശത്തിന് തരംഗവും കണികാ സ്വഭാവവും ഉള്ളതുപോലെ എല്ലാ ദ്രവ്യകണികകൾക്കും തരംഗ സ്വഭാവമുണ്ട്. ഇത് ക്വാണ്ടം മെക്കാനിക്സിന്റെ വികാസത്തിന് ഒരു പ്രധാന സംഭാവനയായി കണക്കാക്കപ്പെടുന്നു. ജ്യോതിശാസ്ത്രത്തിന് പ്രാധാന്യമുള്ള താപ അയണീകരണ സിദ്ധാന്തം വികസിപ്പിച്ചത് ആര്? മേഘനാഥ് സാഹ. പ്രശസ്ത ഇന്ത്യൻ ജ്യോതിർഭൗതികശാസ്ത്രജ്ഞനായ മേഘനാഥ് സാഹയാണ് താപ അയണീകരണ സിദ്ധാന്തം സാഹ എക്വേഷൻ വികസിപ്പിച്ചത്. ഈ സിദ്ധാന്തം നക്ഷത്രങ്ങളുടെ സ്പെക്ട്രം വിശകലനം ചെയ്ത് അവയുടെ താപനിലയും ഘടനയും മനസ്സിലാക്കാൻ സഹായിച്ചു. ജ്യോതിർഭൗതികശാസ്ത്രത്തിലെ ഒരു സുപ്രധാന കണ്ടുപിടുത്തമാണിത്. ക്വാണ്ടം മെക്കാനിക്സിന്, പ്രത്യേകിച്ച് ബോസ് ഐൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക്സിലൂടെ ഗണ്യമായ സംഭാവനകൾ നൽകിയത് ആര്? സത്യേന്ദ്രനാഥ് ബോസ്. ഇന്ത്യൻ ഭൗതികശാസ്ത്രജ്ഞനായ സത്യേന്ദ്രനാഥ് ബോസ് ക്വാണ്ടം മെക്കാനിക്സിന് വിലപ്പെട്ട സംഭാവനകൾ നൽകി. അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങളെ അടിസ്ഥാനമാക്കി ആൽബർട്ട് ഐൻസ്റ്റീൻ വികസിപ്പിച്ചെടുത്തതാണ് ബോസ് ഐൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക്സ്. ബോസോണുകൾ എന്നറിയപ്പെടുന്ന കണികകളുടെ സ്വഭാവം വിശദീകരിക്കാൻ ഇത് സഹായിച്ചു. കൂടാതെ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന പ്രതിഭാസത്തിന് വഴിയൊരുക്കുകയും ചെയ്തു. ക്വാണ്ടം മെക്കാനിക്സിലെ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പൽ ആവിഷ്കരിച്ചത് ആര്? വോൾഫ്ഗാങ് പൗളി. ഓസ്ട്രിയൻ ഭൗതികശാസ്ത്രജ്ഞനായ വോൾഫ്ഗാങ് പൗളിയാണ് 1925 പൗളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പൽ പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പൽ ആവിഷ്കരിച്ചത്. ഈ തത്വം അനുസരിച്ച് ഒരു ആറ്റത്തിലെ 2 ഇലക്ട്രോണുകൾക്ക് ഒരേ ക്വാണ്ടം അവസ്ഥയിൽ നിലനിൽക്കാൻ കഴിയില്ല. ആറ്റങ്ങളുടെ ഇലക്ട്രോണിക ഘടനയും രാസസ്വഭാവങ്ങളും മനസ്സിലാക്കുന്നതിന് ഇത് അടിസ്ഥാനപരമാണ്. ആദ്യത്തെ നിയന്ത്രിത ആണവ ഫിഷൻ ശൃംഖല പ്രതികരണം സാധ്യമാക്കിയത് ആര്? എൻറിക്കോ ഫെർമി. ഇറ്റാലിയൻ അമേരിക്കൻ ഭൗതികശാസ്ത്രജ്ഞനായ എൻറിക്കോ ഫെർമിയാണ് അണുബോംബിന്റെ ശില്പി എന്ന് അറിയപ്പെടുന്നത്. 1942 ഡിസംബർ 2 ചിക്കാഗോ പൈൽ 1 എന്നറിയപ്പെടുന്ന ലോകത്തിലെ ആദ്യത്തെ ആണവ റിയാക്ടറിൽ അദ്ദേഹം നിയന്ത്രിത ആണവ ഫിഷൻ ശൃംഖല പ്രതികരണം വിജയകരമായി നടപ്പിലാക്കി. ഇത് ആണവ ഊർജ്ജത്തിന്റെ വികാസത്തിൽ ഒരു സുപ്രധാന നാഴികക്കല്ലായിരുന്നു. ക്വാണ്ടം മെക്കാനിക്സിലെ അനിശ്ചിതത്വ തത്വം വികസിപ്പിച്ചത് ആര്? വെർണർ ഹൈസൻബർഗ്. വെർണർ ഹൈസൻബർഗ് 1927 ക്വാണ്ടം മെക്കാനിക്സിലെ അനിശ്ചിതത്വ തത്വം ആവിഷ്കരിച്ചു. ഒരു കണികയുടെ സ്ഥാനവും പ്രവേഗവും ഒരേസമയം കൃത്യമായി നിർണ്ണയിക്കാൻ കഴിയില്ലെന്ന് ഈ തത്വം പറയുന്നു. ആധുനിക ഭൗതികശാസ്ത്രത്തിലെ ഒരു അടിസ്ഥാന തത്വമാണിത്. ക്വാണ്ടം മെക്കാനിക്സിനെ പ്രത്യേക ആപേക്ഷികതാ സിദ്ധാന്തവുമായി സംയോജിപ്പിച്ച് ആപേക്ഷിക ഇലക്ട്രോൺ സിദ്ധാന്തം വികസിപ്പിച്ചത് ആര്? പോൾ ഡിറാക്ക്. പോൾ ഡിറാക്ക് ആണ് ക്വാണ്ടം മെക്കാനിക്സിനെയും ആപേക്ഷികതാ സിദ്ധാന്തത്തെയും സംയോജിപ്പിച്ച് ഡിറാക്ക് സമവാക്യം ആവിഷ്കരിച്ചത്. ഇത് ഇലക്ട്രോണിന്റെ സ്വഭാവം കൃത്യമായി വിശദീകരിക്കുകയും ആന്റിമാറ്ററിന്റെ അസ്തിത്വം പ്രവചിക്കുകയും ചെയ്തു. വികസിക്കുന്ന പ്രപഞ്ചത്തിന് നിരീക്ഷണപരമായ തെളിവ് നൽകിയത് ആര്? എഡ്വിൻ ഹബിൾ. എഡ്വിൻ ഹബിൾ 1920കളിൽ താരാപഥങ്ങളെ നിരീക്ഷിച്ച് പ്രപഞ്ചം വികസിക്കുകയാണെന്ന് കണ്ടെത്തി.
താരാപഥങ്ങൾ നമ്മിൽ നിന്ന് അകന്നുപോകുമ്പോൾ അവയുടെ പ്രകാശതരംഗങ്ങളുടെ ആവൃത്തിയിൽ വ്യത്യാസം വരുന്നതായി റെഡ്ഷിഫ്റ്റ് അദ്ദേഹം നിരീക്ഷിച്ചു. ഇത് ഹബിൾ നിയമം എന്നറിയപ്പെടുന്നു. ന്യൂക്ലിയർ ബലങ്ങളെക്കുറിച്ചുള്ള മെസോൺ സിദ്ധാന്തം മുന്നോട്ടുവെച്ചത് ആര്? ഹൈഡെഗി യുഗാവ. ഹൈഡെഗി യുഗാവ 1935-ൽ മെസോൺ സിദ്ധാന്തം അവതരിപ്പിച്ചു. ന്യൂക്ലിയസിന്റെ അണുകേന്ദ്രത്തിലെ പ്രോട്ടോണുകളെയും ന്യൂട്രോണുകളെയും ഒരുമിച്ച് നിർത്തുന്ന ശക്തമായ ന്യൂക്ലിയർ ബലങ്ങളെ മെസോണുകൾ കൈമാറ്റം ചെയ്യുന്നതിലൂടെയാണ് വിശദീകരിക്കാൻ ശ്രമിച്ചത്. ഈ കണ്ടുപിടുത്തത്തിന് അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചു. കോസ്മിക് വികിരണങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾക്ക് വലിയ സംഭാവനകൾ നൽകുകയും ഇന്ത്യൻ ആണവ പദ്ധതിയുടെ പിതാവ് എന്ന് അറിയപ്പെടുകയും ചെയ്യുന്നത് ആര്? ഹോമി ജെ. ഭാഭ. ഹോമി ജെ. ഭാഭ ഇന്ത്യൻ ആണവ പദ്ധതിയുടെ മുഖ്യ ശില്പിയാണ്. കോസ്മിക് വികിരണങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളിൽ അദ്ദേഹം പ്രധാന സംഭാവനകൾ നൽകി. ഇന്ത്യയുടെ ആണവോർജ്ജ ഗവേഷണങ്ങൾക്കും വികസനത്തിനും അദ്ദേഹം നേതൃത്വം നൽകി. പോസോളജി എന്നാൽ എന്താണ്? മരുന്ന് ഡോസേജുമായി ബന്ധപ്പെട്ട വൈദ്യശാസ്ത്രത്തിന്റെ ഭാഗത്തെക്കുറിച്ചുള്ള പഠനം. മരുന്നുകളുടെ അളവ്, ഡോസേജ് ക്രമം, ഒരു രോഗിക്ക് എത്ര മരുന്ന് നൽകണം എന്നതിനെക്കുറിച്ചുള്ള പഠനമാണ് പോസോളജി. മരുന്നുകളുടെ ഫലപ്രാപ്തിയും സുരക്ഷിതത്വവും ഉറപ്പാക്കാൻ ഇത് അത്യാവശ്യമാണ്. എന്താണ് ഫോണിക്സ്? ശബ്ദത്തിന്റെ സ്വരത്തെയും ഉച്ചാരണത്തെയും കുറിച്ചുള്ള പഠനം. ഫോണിക്സ് എന്നത് ഭാഷാശാസ്ത്രത്തിന്റെ ഒരു ശാഖയാണ്. ഇത് മനുഷ്യന്റെ സംഭാഷണ ശബ്ദങ്ങളുടെ ഉത്പാദനം, ശ്രവണം, ധാരണ എന്നിവയെക്കുറിച്ച് പഠിക്കുന്നു. വാക്കുകൾ എങ്ങനെ ഉച്ചരിക്കുന്നു, ശബ്ദങ്ങൾ എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് ഇത് വിശദീകരിക്കുന്നു. എന്താണ് പ്ലാസ്മോളജി? ജീവജാലങ്ങളുടെ കോശങ്ങളെക്കുറിച്ചുള്ള സൂക്ഷ്മപഠനം. പ്ലാസ്മോളജി എന്നത് ജീവശാസ്ത്രത്തിന്റെ ഒരു ശാഖയാണ്. ഇത് ജീവജാലങ്ങളുടെ കോശങ്ങളെ, പ്രത്യേകിച്ച് കോശദ്രവ്യത്തെയും അതിന്റെ ഘടനകളെയും സൂക്ഷ്മമായി പഠിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. കോശങ്ങളുടെ പ്രവർത്തനവും ഘടനയും മനസ്സിലാക്കാൻ ഇത് സഹായിക്കുന്നു. എന്താണ് സെറോളജി? രക്തത്തിലെ സെറും പരിശോധനയുമായി ബന്ധപ്പെട്ട പഠനം. സെറോളജി എന്നത് രക്തത്തിലെ സെറും വിശകലനം ചെയ്യുന്നതിലൂടെ രോഗപ്രതിരോധ പ്രതികരണങ്ങളെയും രോഗങ്ങളെയും കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ്. ആന്റിബോഡികളെയും ആന്റിജനുകളെയും കണ്ടെത്താൻ ഇത് സഹായിക്കുന്നു. ഇത് രോഗനിർണയത്തിലും വാക്സിൻ വികസിപ്പിക്കുന്നതിലും പ്രധാനമാണ്. എന്താണ് സൗറോളജി? പല്ലികളെക്കുറിച്ചുള്ള പഠനം. സൗറോളജി എന്നത് ഉരഗങ്ങളെക്കുറിച്ചുള്ള പഠനമായ ഹെർപ്പറ്റോളജിയുടെ ഒരു ഉപവിഭാഗമാണ്. ഇത് പ്രത്യേകമായി പല്ലികളുടെ ജീവശാസ്ത്രം, വർഗീകരണം, സ്വഭാവം, ആവാസവ്യവസ്ഥ എന്നിവയെക്കുറിച്ച് പഠിക്കുന്നു. എന്താണ് ടാക്സോണമി? ജീവജാലങ്ങളുടെ ശാസ്ത്രീയ വർഗീകരണം. ടാക്സോണമി എന്നത് ജീവജാലങ്ങളെ അവയുടെ പൊതുവായ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ തിരിച്ചറിയുകയും പേര് നൽകുകയും വർഗീകരിക്കുകയും ചെയ്യുന്ന ശാസ്ത്രശാഖയാണ്. ഇത് ജീവിവർഗങ്ങൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാനും അവയെ വ്യവസ്ഥാപിതമായി ക്രമീകരിക്കാനും സഹായിക്കുന്നു. പ്രശസ്ത ഭൗതികശാസ്ത്രജ്ഞനായ വിക്ടർ ഫ്രാൻസ് ഹെസ് ഏത് കണ്ടുപിടുത്തത്തിലൂടെയാണ് അറിയപ്പെടുന്നത്? കോസ്മിക് വികിരണം, കോസ്മിക് റേഡിയേഷൻ. ഓസ്ട്രിയൻ അമേരിക്കൻ ഭൗതികശാസ്ത്രജ്ഞനായ വിക്ടർ ഫ്രാൻസ് ഹെസ് 1912-ൽ കോസ്മിക് വികിരണം, കോസ്മിക് റേസ് കണ്ടെത്തി. ഈ കണ്ടുപിടുത്തത്തിന് അദ്ദേഹത്തിന് 1936-ൽ ഭൗതികശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. ബഹിരാകാശത്തുനിന്ന് ഭൂമിയിലേക്ക് വരുന്ന ഉയർന്ന ഊർജ്ജമുള്ള കണികകളെയാണ് കോസ്മിക് വികിരണം എന്ന് പറയുന്നത്. 1911-ൽ ഗൈഗറും നട്ടാളും കണ്ടെത്തിയ അനുഭവപരമായ ബന്ധം എന്തായിരുന്നു? ആൽഫ ഡീഗയുടെ അർദ്ധായുസ്സും പുറത്തുവിടുന്ന ആൽഫ കണങ്ങളുടെ ഊർജ്ജവും തമ്മിലുള്ള ബന്ധം. 1911-ൽ ഹാൻസ് ഗൈഗറും ജോൺ നട്ടാളും ആൽഫ കണികാക്ഷയത്തിന്റെ ആൽഫ ഡിക്കെ, അർദ്ധായുസ്സും പുറന്തള്ളുന്ന ആൽഫ കണികകളുടെ ഊർജ്ജവും തമ്മിലുള്ള ഒരു ബന്ധം കണ്ടെത്തി. ഗൈഗർ നട്ടാൾ നിയമം എന്ന് ഇത് അറിയപ്പെടുന്നു. അസ്ഥിരമായ അണുക്കളുടെ ക്ഷയനിരക്ക് പ്രവചിക്കാൻ ഈ നിയമം സഹായിച്ചു. ഏണസ്റ്റ് ലോറൻസിനൊപ്പം 1934-ൽ സൈക്ലോട്രോൺ സഹകരിച്ച് കണ്ടുപിടിച്ചത് ആരാണ്? എം.എസ്. ലിവിങ്സ്റ്റൺ. ഏണസ്റ്റ് ലോറൻസിനൊപ്പം എം.എസ്. ലിവിങ്സ്റ്റൺ 1934-ൽ സൈക്ലോട്രോൺ സഹകരിച്ച് കണ്ടുപിടിച്ചു. സൈക്ലോട്രോൺ എന്നത് ചാർജ് ചെയ്ത കണങ്ങളെ ത്വരിതപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഒരുതരം പാർട്ടിക്കിൾ ആക്സിലറേറ്ററാണ്. ഇതിന്റെ കണ്ടുപിടുത്തം ആറ്റോമിക ഭൗതികശാസ്ത്ര ഗവേഷണത്തിൽ വിപ്ലവം സൃഷ്ടിച്ചു.
എന്താണ് ട്രിഷ്യം? ഒരു പ്രോട്ടോണും 2 ന്യൂട്രോണുകളുമുള്ള ഹൈഡ്രജന്റെ ഒരു ബീറ്റ ഉത്സർജക റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ്. ട്രിഷ്യം എന്നത് ഹൈഡ്രജന്റെ ഒരു റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പാണ്. ഇതിന് ഒരു പ്രോട്ടോണും 2 ന്യൂട്രോണുകളുമുണ്ട്. ട്രിഷ്യം ബീറ്റ കണങ്ങളെ പുറത്തുവിട്ട് ഹീലിയം 3 ആയി മാറുന്നു. ഹൈഡ്രജൻ ബോംബുകളിലും റേഡിയോ ആക്റ്റീവ് ലേബലിംഗിലും ഇത് ഉപയോഗിക്കുന്നു. 1896-ൽ യുറേനിയം ലവണങ്ങൾ തുളച്ചുകയറുന്ന വികിരണം പുറത്തുവിടുമെന്ന് കണ്ടെത്തിയത് ആരാണ്? ഹെൻറി ബെക്കറൽ. 1896-ൽ ഹെൻറി ബെക്കറൽ യുറേനിയം ലവണങ്ങൾ എക്സ്റേ പോലെ, എന്നാൽ സൂര്യപ്രകാശത്തിന്റെ ആവശ്യമില്ലാതെ സ്വയം തുളച്ചുകയറുന്ന വികിരണം പുറത്തുവിടുമെന്ന് കണ്ടെത്തി. ഇത് റേഡിയോ ആക്ടിവിറ്റിയുടെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചു. ഈ കണ്ടുപിടുത്തത്തിന് അദ്ദേഹത്തിന് 1903-ൽ നോബൽ സമ്മാനം ലഭിച്ചു. 1924-ൽ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ നിയമം രൂപീകരിക്കുന്നതിനായി ഒരു പുതിയ സ്റ്റാറ്റിസ്റ്റിക്കൽ രീതി അവതരിപ്പിച്ച ഇന്ത്യൻ ഭൗതികശാസ്ത്രജ്ഞൻ ആരാണ്? സത്യേന്ദ്രനാഥ് ബോസ്. സത്യേന്ദ്രനാഥ് ബോസ് 1924-ൽ ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്സിൽ വിപ്ലവകരമായ ഒരു പുതിയ സമീപനം അവതരിപ്പിച്ചു. ഇത് ബോസ് ഐൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നറിയപ്പെടുന്നു. ഈ രീതി ഉപയോഗിച്ചാണ് അദ്ദേഹം പ്ലാങ്കിന്റെ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ നിയമം ക്വാണ്ടം തത്വങ്ങളിൽ നിന്ന് വിജയകരമായി രൂപീകരിച്ചത്. അദ്ദേഹത്തിന്റെ സംഭാവനകൾ ക്വാണ്ടം മെക്കാനിക്സിന്റെ വളർച്ചയിൽ നിർണായക പങ്ക് വഹിച്ചു. ക്ലൈസ്ട്രോൺ എന്നാൽ എന്താണ്? മൈക്രോവേവ് ഫ്രീക്വൻസി സിഗ്നലുകൾ ഓസിലേറ്റ് ചെയ്യാനും ആംപ്ലിഫൈ ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു തെർമിയോണിക് ഇലക്ട്രോൺ ട്യൂബ്. ക്ലൈസ്ട്രോൺ എന്നത് ഒരു പ്രത്യേകതരം വാക്വം ട്യൂബാണ്. ഇത് ഉയർന്ന ഫ്രീക്വൻസിയിലുള്ള റേഡിയോ തരംഗങ്ങൾ, പ്രത്യേകിച്ച് മൈക്രോവേവ് തരംഗങ്ങൾ ഉത്പാദിപ്പിക്കാനും ശക്തിപ്പെടുത്താനും ഉപയോഗിക്കുന്നു. റഡാറുകൾ, സാറ്റലൈറ്റ് ആശയവിനിമയങ്ങൾ, റേഡിയോ ടെലിസ്കോപ്പുകൾ തുടങ്ങിയ ആധുനിക സാങ്കേതികവിദ്യകളിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. ഏതൊരു ആവർത്തന തരംഗത്തെയും സൈൻ, കോസൈൻ തരംഗങ്ങളായി പ്രതിനിധീകരിക്കാമെന്ന് കണ്ടെത്തിയ ഭൗതികശാസ്ത്രജ്ഞൻ ആരാണ്? ജീൻ ബാപ്റ്റിസ്റ്റ് ജോസഫ് ഫൂറിയർ. ഫ്രഞ്ച് ഗണിതശാസ്ത്രജ്ഞനും ഭൗതികശാസ്ത്രജ്ഞനുമായ ജീൻ ബാപ്റ്റിസ്റ്റ് ജോസഫ് ഫൂറിയർ ഏതൊരു സങ്കീർണമായ ആവർത്തന തരംഗത്തെയും പീരിയോഡിക് വേവ്, ലളിതമായ സൈൻ, കോസൈൻ തരംഗങ്ങളുടെ ഒരു ശ്രേണിയായി വിഘടിപ്പിക്കാൻ കഴിയുമെന്ന് കണ്ടെത്തി. സിഗ്നൽ പ്രോസസ്സിംഗ്, ഇമേജ് പ്രോസസ്സിംഗ്, ഡാറ്റ കംപ്രഷൻ തുടങ്ങിയ മേഖലകളിൽ ഈ തത്വങ്ങൾക്ക് നിർണായകമായ പ്രാധാന്യമുണ്ട്. ഗാലിയം ചേർത്ത് ഡോപ്പ് ചെയ്ത സിലിക്കൺ ഏതുതരം അർദ്ധചാലകമാണ് രൂപീകരിക്കുന്നത്? പി ടൈപ്പ് അർദ്ധചാലകം. അർദ്ധചാലകങ്ങളിലേക്ക് സെമികണ്ടക്ടേഴ്സ്, ഗാലിയം പോലുള്ള ത്രിസംയോജക മൂലകങ്ങൾ ചേർക്കുമ്പോൾ സിലിക്കൺ ക്രിസ്റ്റൽ ലാറ്റിസിലെ ഇലക്ട്രോണുകളുടെ എണ്ണം കുറയുകയും ഇലക്ട്രോൺ ദ്വാരങ്ങൾ, ഹോൾസ് രൂപപ്പെടുകയും ചെയ്യുന്നു. ഈ ദ്വാരങ്ങൾ പോസിറ്റീവ് ചാർജുള്ള കാരിയറുകളായി പ്രവർത്തിക്കുന്നതിനാലാണ് ഇത് പി ടൈപ്പ് അർദ്ധചാലകം എന്ന് അറിയപ്പെടുന്നത്. ട്രാൻസിസ്റ്ററുകൾ, ഡയോഡുകൾ തുടങ്ങിയ ഇലക്ട്രോണിക് ഘടകങ്ങളിൽ ഇവ വ്യാപകമായി ഉപയോഗിക്കുന്നു. 1890-കളിൽ റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ച് ദൂരങ്ങളിലേക്ക് സിഗ്നലുകൾ പ്രക്ഷേപണം ചെയ്യാൻ തുടങ്ങിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഗുഗ്ലിയൽമോ മാർക്കോണി. ഇറ്റാലിയൻ കണ്ടുപിടുത്തക്കാരനായ ഗുഗ്ലിയൽമോ മാർക്കോണി റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ച് വയർലെസ് ടെലിഗ്രാഫിക്ക് തുടക്കമിട്ടു. 1890-കളിൽ അദ്ദേഹം ദീർഘദൂര റേഡിയോ പ്രക്ഷേപണങ്ങൾ വിജയകരമായി നടത്തി. ഇത് ആധുനിക വയർലെസ് ആശയവിനിമയത്തിന്റെ അടിസ്ഥാനമായി മാറി. 1909-ൽ ഫിസിക്സിനുള്ള നോബൽ സമ്മാനം അദ്ദേഹത്തിന് ലഭിച്ചു. ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ചതിന് 1956-ൽ ഫിസിക്സിനുള്ള നോബൽ സമ്മാനം സംയുക്തമായി ലഭിച്ചത് ആർക്കൊക്കെയാണ്? വില്യം ബ്രാഡ്ഫോർഡ് ഷോക്ലി, ജോൺ ബാർഡീൻ, വാൾട്ടർ ഹൌസർ ബ്രാഡൈൻ. ബെൽ ലാബ്സിലെ വില്യം ഷോക്ലി, ജോൺ ബാർഡീൻ, വാൾട്ടർ ബ്രാഡൈൻ എന്നിവർ ചേർന്ന് 1947-ൽ ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ചു. ഈ കണ്ടുപിടുത്തം ഇലക്ട്രോണിക്സ് വ്യവസായത്തിൽ വിപ്ലവം സൃഷ്ടിക്കുകയും കമ്പ്യൂട്ടറുകൾ, മൊബൈൽ ഫോണുകൾ, മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവയുടെ വികാസത്തിന് വഴിയൊരുക്കുകയും ചെയ്തു. 1956-ൽ ഈ കണ്ടുപിടുത്തത്തിന് അവർക്ക് ഫിസിക്സിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. ലാർജ് ഹാഡ്രോൺ കൊളൈഡർ, എംആർഐ സ്കാനറുകൾ തുടങ്ങിയ സാങ്കേതികവിദ്യകളിൽ ഹീലിയം ഒരു കൂളിംഗ് മീഡിയമായി എന്തിനാണ് ഉപയോഗിക്കുന്നത്? ലാർജ് ഹാഡ്രോൺ കൊളൈഡർ, LHC, എംആർഐ സ്കാനറുകളിലെയും NMR സ്പെക്ട്രോമീറ്ററുകളിലെയും സൂപ്പർ കണ്ടക്ടിംഗ് കാന്തങ്ങൾ തണുപ്പിക്കാൻ. ഹീലിയം ഒരു നിഷ്ക്രിയ വാതകമാണ്. അതിന്റെ ദ്രവീകരണ താപനില, ബോയിലിംഗ് പോയിന്റ്, വളരെ കുറവായതിനാൽ ഏകദേശം -269°C
ഇത് ക്രയോജനിക് കൂളിംഗിന് ഏറ്റവും അനുയോജ്യമാണ്. ലാർജ് ഹാഡ്രോൺ കൊളൈഡറിലെയും എംആർഐ സ്കാനറുകളിലെയും അതിചാലക കാന്തങ്ങളെ അവയുടെ സൂപ്പർ കണ്ടക്ടിവിറ്റി നിലനിർത്താൻ ആവശ്യമായ താപനിലയിലേക്ക് തണുപ്പിക്കാൻ ദ്രവ ഹീലിയം ഉപയോഗിക്കുന്നു. കാഥോഡ് റേ ട്യൂബ് CRT എന്നാൽ എന്താണ്? ഒരു ഫോസ്ഫർ പൂശിയ സ്ക്രീനിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഇലക്ട്രോൺ ബീം അടങ്ങിയ പ്രകാശം പുറത്തുവിടുന്ന ഒരു സീൽ ചെയ്ത ഗ്ലാസ് വാക്വം ട്യൂബ്. കാഥോഡ് റേ ട്യൂബ് CRT എന്നത് പഴയ ടെലിവിഷനുകളിലും കമ്പ്യൂട്ടർ മോണിറ്ററുകളിലും ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു സാങ്കേതികവിദ്യയാണ്. ഇതിൽ ഇലക്ട്രോണുകൾ ഉത്പാദിപ്പിക്കുന്ന ഇലക്ട്രോൺ ബീം ഒരു വാക്വം ട്യൂബിലൂടെ ഫോസ്ഫർ പൂശിയ സ്ക്രീനിൽ പതിച്ച് പ്രകാശം പുറത്തുവിട്ട് ചിത്രം രൂപപ്പെടുത്തുന്നു. 1887 മൈക്കിൾസൺ മോർലി പരീക്ഷണത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു? സാങ്കൽപ്പിക ലുമിനിഫെറസ് ഈഥർ കണ്ടെത്തുക. 1887 ആൽബർട്ട് മൈക്കിൾസണും എഡ്വേർഡ് മോർലിയും ചേർന്ന് നടത്തിയ ഈ പരീക്ഷണം പ്രകാശ തരംഗങ്ങൾ സഞ്ചരിക്കുന്നു എന്ന് കരുതിയിരുന്ന സാങ്കൽപ്പിക മാധ്യമമായ ലുമിനിഫെറസ് ഈഥർ കണ്ടെത്തുക എന്നതായിരുന്നു ലക്ഷ്യം. ഈ പരീക്ഷണത്തിന്റെ നെഗറ്റീവ് ഫലം ഈഥർ ഇല്ലെന്ന് തെളിയിക്കുകയും ആൽബർട്ട് ഐൻസ്റ്റൈന്റെ ആപേക്ഷികതാ സിദ്ധാന്തത്തിന് വഴി തുറക്കുകയും ചെയ്തു. ഇലക്ട്രോണിക്സിലെ ഒരു റിപ്പീറ്റർ എന്നാൽ എന്താണ്? ദുർബലമായ സിഗ്നൽ സ്വീകരിച്ച് അതിനെ പുനർനിർമ്മിക്കുന്ന ഒരു ഇലക്ട്രോണിക് ഉപകരണം. ഒരു റിപ്പീറ്റർ എന്നത് ഒരു ഇലക്ട്രോണിക് ഉപകരണമാണ്. ഇത് ദൂരയാത്ര ചെയ്യുന്നതിനിടെ ദുർബലമാകുന്ന സിഗ്നലുകളെ സ്വീകരിക്കുകയും അവയെ ശക്തിപ്പെടുത്തി പുനഃസൃഷ്ടിച്ച് വീണ്ടും അയക്കുകയും ചെയ്യുന്നു. ടെലികമ്മ്യൂണിക്കേഷൻ, നെറ്റ്വർക്കിംഗ് സിസ്റ്റങ്ങൾ എന്നിവയിൽ സിഗ്നലുകളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കാനും ഗുണമേന്മ നിലനിർത്താനും ഇത് അത്യന്താപേക്ഷിതമാണ്. 1924 സത്യേന്ദ്രനാഥ് ബോസിന്റെ ക്വാണ്ടം രൂപീകരണത്തെ അടിസ്ഥാനമാക്കി ആൽബർട്ട് ഐൻസ്റ്റീൻ പ്രവചിച്ച പുതിയ പദാർത്ഥാവസ്ഥ ഏതാണ്? ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ബക്ക്. ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ബക്ക് എന്നത് സമ്പൂർണ്ണ പൂജ്യത്തിനടുത്തുള്ള താപനിലയിൽ ബോസോണുകളുടെ ഒരു ഡൈല്യൂട്ട് ഗ്യാസ് രൂപീകരിക്കുന്ന പദാർത്ഥത്തിന്റെ അവസ്ഥയാണ്. സത്യേന്ദ്രനാഥ് ബോസിന്റെ ക്വാണ്ടം മെക്കാനിക്സ് പഠനങ്ങളെ അടിസ്ഥാനമാക്കി 1924 ആൽബർട്ട് ഐൻസ്റ്റീൻ ഇത് പ്രവചിച്ചു. അഞ്ചാമത്തെ പദാർത്ഥാവസ്ഥയായി ഇത് കണക്കാക്കപ്പെടുന്നു. ഒരു സീസ്മോഗ്രാഫിൽ പീസോഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? റോക്കറ്റുകളിലെ കമ്പനങ്ങൾ അളക്കാൻ. പീസോഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസറുകൾ യാന്ത്രിക ഊർജ്ജത്തെ വൈദ്യുതോർജ്ജമായും തിരിച്ചും മാറ്റാൻ കഴിവുള്ള ഉപകരണങ്ങളാണ്. മർദ്ദം, ത്വരണം, താപനില തുടങ്ങിയവയുടെ മാറ്റങ്ങൾ അളക്കാൻ ഇവ ഉപയോഗിക്കുന്നു. റോക്കറ്റുകളിലെ കമ്പനങ്ങൾ അളക്കുന്നതിനും മറ്റ് നിരവധി സെൻസിംഗ് ആപ്ലിക്കേഷനുകളിലും ഇവ പ്രധാന പങ്ക് വഹിക്കുന്നു. പദാർത്ഥത്തിന്റെ അവിഛിന്നമായ ഘടനയെക്കുറിച്ചുള്ള പഠനത്തിന് 1926 ഭൗതികശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ജീൻ ബാപ്റ്റിസ്റ്റ് പെറിൻ. ജീൻ ബാപ്റ്റിസ്റ്റ് പെറിൻ ഒരു ഫ്രഞ്ച് ഭൗതികശാസ്ത്രജ്ഞനായിരുന്നു. ദ്രവ്യത്തിന്റെ തന്മാത്രാ ഘടനയെയും ബ്രൗണിയൻ ചലനത്തെയും കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഗവേഷണങ്ങൾ ദ്രവ്യം അവിഛിന്നമായ കണങ്ങളാൽ നിർമ്മിതമാണെന്ന സിദ്ധാന്തത്തിന് നിർണായകമായ തെളിവുകൾ നൽകി. ഈ കണ്ടെത്തലുകൾക്കാണ് 1926 അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചത്. എന്താണ് റേഡിയോ തരംഗങ്ങൾ? ഏകദേശം 300 ഗിഗാഹെർട്സ് മുതൽ 3 കിലോഹെർട്സ് വരെയുള്ള ആവൃത്തിയും 1 മില്ലിമീറ്റർ മുതൽ 100 കിലോമീറ്റർ വരെയുള്ള തരംഗദൈർഘ്യവുമുള്ള വൈദ്യുതകാന്തിക സ്പെക്ട്രത്തിലെ ഒരുതരം വികിരണമാണിത്. റേഡിയോ തരംഗങ്ങൾ വൈദ്യുതകാന്തിക സ്പെക്ട്രത്തിലെ ഒരുതരം ഊർജ്ജമാണ്. അവയ്ക്ക് വായുവിലൂടെയും ശൂന്യതയിലൂടെയും സഞ്ചരിക്കാൻ കഴിയും. കൂടാതെ ആശയവിനിമയത്തിനായി വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. ഉദാഹരണത്തിന് റേഡിയോ, ടെലിവിഷൻ, മൊബൈൽ ഫോണുകൾ. വ്യത്യസ്ത ആവൃത്തികളും തരംഗദൈർഘ്യങ്ങളുമുണ്ട്. ഇത് അവയുടെ ഉപയോഗങ്ങളെ നിർവചിക്കുന്നു. ശരീരത്തിനുള്ളിലെ അവയവങ്ങളെയും ഘടനകളെയും കാണുന്നതിന് വലിയ കാന്തവും റേഡിയോ തരംഗങ്ങളും സംയോജിപ്പിച്ച് ഉപയോഗിക്കുന്ന സാങ്കേതികവിദ്യ ഏതാണ്? മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് (MRI). മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് (MRI) എന്നത് ശരീരത്തിനുള്ളിലെ അവയവങ്ങളുടെയും മൃദുകലകളുടെയും വിശദമായ ചിത്രങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള ഒരു മെഡിക്കൽ ഇമേജിംഗ് സാങ്കേതികവിദ്യയാണ്. ഇതിനായി ശക്തമായ കാന്തികക്ഷേത്രവും റേഡിയോ തരംഗങ്ങളും കമ്പ്യൂട്ടറൈസ്ഡ് പ്രോസസ്സിംഗും ഉപയോഗിക്കുന്നു. എക്സ്റേ ഉപയോഗിക്കാത്തതിനാൽ അയണൈസിംഗ് വികിരണം ഒഴിവാക്കാം. 17-ാം നൂറ്റാണ്ടിൽ വാക്വം പമ്പ് കണ്ടുപിടിച്ചതിന് പ്രശസ്തനായ വ്യക്തി ആരാണ്? ഓട്ടോ വോൺ ഗ്വേരിഗെ. ഓട്ടോ വോൺ ഗ്വേരിഗെ ഒരു ജർമ്മൻ ശാസ്ത്രജ്ഞനും കണ്ടുപിടുത്തക്കാരനുമായിരുന്നു.
1650-ൽ അദ്ദേഹം ആദ്യത്തെ വാക്വം പമ്പ് നിർമ്മിക്കുകയും ശൂന്യതയുടെ വാക്യൂം ഗുണങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ മാഗ്ഡബർഗ് ഹെമിസ്ഫിയർ പരീക്ഷണങ്ങൾ വായുമർദ്ദത്തിന്റെ ശക്തി ലോകത്തിനു മുന്നിൽ കാട്ടി. എന്താണ് രസതന്ത്രം? പദാർത്ഥങ്ങളുടെ ഘടന, സ്വഭാവം, ഭൗതികവും രാസപരവുമായ സവിശേഷതകൾ, അവയുടെ രാസപ്രവർത്തനങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പഠനമാണിത്. രസതന്ത്രം എന്നത് ദ്രവ്യത്തെയും അതിന്റെ സവിശേഷതകളെയും പഠിക്കുന്ന ശാസ്ത്രശാഖയാണ്. ആറ്റങ്ങൾ, തന്മാത്രകൾ, അവയുടെ രൂപീകരണവും പ്രതികരണങ്ങളും എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. എല്ലാ പദാർത്ഥങ്ങളുടെയും ഘടനാപരമായ അടിസ്ഥാനം മനസ്സിലാക്കുന്നതിൽ രസതന്ത്രം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. രസതന്ത്രം, കെമിസ്ട്രി എന്ന വാക്ക് ഏത് പുരാതന സമ്പ്രദായത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത്? ആൽക്കെമി. രസതന്ത്രത്തിന്റെ ഒരു ആദിമ രൂപമാണ് ആൽക്കെമി. പുരാതന കാലത്ത് സ്വർണം നിർമ്മിക്കാനും അമർത്യതയുടെ അമൃത് കണ്ടെത്താനുമുള്ള ശ്രമങ്ങളായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ആൽക്കെമിസ്റ്റുകൾ നടത്തിയ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും ആധുനിക രസതന്ത്രത്തിന്റെ വളർച്ചയ്ക്ക് അടിത്തറ പാകി. രസതന്ത്രം, കെമിസ്ട്രി എന്ന വാക്കിന് ആധാരമായി പറയപ്പെടുന്ന പുരാതന ഈജിപ്ഷ്യൻ പദമായ കെമേ എന്നതിന്റെ അർത്ഥമെന്താണ്? കറുത്ത മണ്ണ്. കെമേ എന്ന പുരാതന ഈജിപ്ഷ്യൻ പദത്തിൽ നിന്നാണ് രസതന്ത്രം എന്ന വാക്ക് ഉത്ഭവിച്ചത് എന്ന് പറയപ്പെടുന്നു. ഈ വാക്ക് നൈൽ നദിയുടെ ഫലഭൂയിഷ്ഠമായ കറുത്ത മണ്ണിനെയാണ് സൂചിപ്പിക്കുന്നത്. ഈജിപ്തിലെ പ്രാചീന രസതന്ത്രജ്ഞർ മണ്ണ്, ലോഹങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട പഠനങ്ങളിൽ ഏർപ്പെട്ടിരുന്നതായി ഇത് സൂചിപ്പിക്കുന്നു. ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? അന്റോയിൻ ലാവോസിയർ. അന്റോയിൻ ലാവോസിയർ ഒരു ഫ്രഞ്ച് രസതന്ത്രജ്ഞനായിരുന്നു. ദ്രവ്യസംരക്ഷണ നിയമം രൂപീകരിക്കുന്നതിലും ഓക്സിജന്റെയും ഹൈഡ്രജന്റെയും പങ്കുകൾ തിരിച്ചറിയുന്നതിലും അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചു. ശാസ്ത്രീയമായ അളവുകൾക്ക് ഊന്നൽ നൽകിയതിലൂടെ അദ്ദേഹത്തെ ആധുനിക രസതന്ത്രത്തിന്റെ പിതാവായി കണക്കാക്കുന്നു. രസതന്ത്രത്തിന്റെ പിതാവ് എന്ന് ചിലപ്പോൾ വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെയാണ്? ജേക്കബ് ബെർസെലിയസ്. ജേക്കബ് ബെർസെലിയസ് ഒരു സ്വീഡിഷ് രസതന്ത്രജ്ഞനായിരുന്നു. രാസപ്രതീകങ്ങൾ, ആറ്റോമിക ഭാരം എന്നിവ നിർവചിക്കുന്നതിലൂടെ ആധുനിക രസതന്ത്രത്തിന് അദ്ദേഹം കാര്യമായ സംഭാവനകൾ നൽകി. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ആധുനിക രസതന്ത്രത്തിന്റെ അടിത്തറ പാകി. രസതന്ത്രത്തെ ഒരു പ്രത്യേക ശാസ്ത്രശാഖയായി സ്ഥാപിച്ചതിന്റെ ബഹുമതി ആർക്കാണ്? റോബർട്ട് ബോയിൽ. ഐറിഷ് രസതന്ത്രജ്ഞനായ റോബർട്ട് ബോയിലിനെ ആധുനിക രസതന്ത്രത്തിന്റെ സ്ഥാപകരിലൊരാളായി കണക്കാക്കുന്നു. അദ്ദേഹത്തിന്റെ ദി സ്കെപ്റ്റിക്കൽ കെമിസ്റ്റ് എന്ന പുസ്തകം രസതന്ത്രത്തെ ആൽക്കെമിയിൽ നിന്ന് വേർപെടുത്താൻ സഹായിക്കുകയും ശാസ്ത്രീയ രീതിയുടെ പ്രാധാന്യം ഊന്നിപ്പറയുകയും ചെയ്തു. ദ്രവ്യം അല്ലെങ്കിൽ പദാർത്ഥം എങ്ങനെയാണ് നിർവചിക്കപ്പെടുന്നത്? സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതും അതിന്റെ ഘടനയിലെ മാറ്റങ്ങളെ എതിർക്കുന്നതുമായ എല്ലാ വസ്തുക്കളും. സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതുമായ എന്തിനേയും ദ്രവ്യം എന്ന് നിർവചിക്കാം. സാധാരണയായി ദ്രവ്യത്തിന് അതിന്റെ ഘടനയിൽ മാറ്റങ്ങൾ വരുത്താനുള്ള പ്രവണതയെ ചെറുക്കുന്ന ഒരു ജഡത്വ സ്വഭാവമുണ്ട്. ഇത് ഭൗതികശാസ്ത്രത്തിലെ അടിസ്ഥാന ആശയങ്ങളിൽ ഒന്നാണ്. ദ്രവ്യത്തെ രൂപീകരിക്കുന്ന വളരെ ചെറിയ കണങ്ങളെ എന്തു വിളിക്കുന്നു? ആറ്റങ്ങൾ. ദ്രവ്യത്തിന്റെ അടിസ്ഥാന നിർമ്മാണ ബ്ലോക്കുകളാണ് ആറ്റങ്ങൾ. ഓരോ ആറ്റത്തിലും ഒരു ന്യൂക്ലിയസും അതിനെ ചുറ്റുന്ന ഇലക്ട്രോണുകളും അടങ്ങിയിരിക്കുന്നു. വ്യത്യസ്ത മൂലകങ്ങളെ തിരിച്ചറിയുന്നത് അവയുടെ ആറ്റങ്ങളിലെ പ്രോട്ടോണുകളുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കിയാണ്. സാധാരണ സാഹചര്യങ്ങളിൽ ദ്രവ്യം എത്ര ഭൗതികാവസ്ഥകളായി തിരിച്ചിരിക്കുന്നു? 3. ഖരം, ദ്രാവകം, വാതകം. ഖരം, ദ്രാവകം, വാതകം എന്നിവയാണ് ദ്രവ്യത്തിന്റെ 3 അടിസ്ഥാന ഭൗതിക അവസ്ഥകൾ. ഓരോ അവസ്ഥയ്ക്കും തന്മാത്രകളുടെ ക്രമീകരണം, ചലനം, അവയ്ക്കിടയിലുള്ള ആകർഷണശക്തി എന്നിവയെ അടിസ്ഥാനമാക്കി വ്യതിരിക്തമായ സവിശേഷതകളുണ്ട്. ഖരപദാർത്ഥങ്ങളുടെ തന്മാത്ര ഇടത്തെയും സാന്ദ്രതയെയും കുറിച്ചുള്ള സവിശേഷതകൾ എന്തൊക്കെയാണ്? ഖരപദാർത്ഥങ്ങൾക്ക് തന്മാത്രകൾക്കിടയിൽ വളരെ കുറഞ്ഞ ഇടവും ഉയർന്ന സാന്ദ്രതയുമുണ്ട്. ഖരപദാർത്ഥങ്ങളിലെ തന്മാത്രകൾ വളരെ അടുത്ത് ക്രമീകരിച്ചിരിക്കുന്നതിനാൽ അവയ്ക്കിടയിലുള്ള ഇടം വളരെ കുറവാണ്. തന്മൂലം അവയ്ക്ക് ഉയർന്ന സാന്ദ്രതയും നിശ്ചിത രൂപവും വ്യാപ്തവുമുണ്ട്. ഒരു ദ്രാവകത്തിന്റെ വ്യാപ്തത്തെയും രൂപത്തെയും കുറിച്ചുള്ള സവിശേഷതകൾ എന്തൊക്കെയാണ്? ഒരു ദ്രാവകത്തിന് നിശ്ചിത വ്യാപ്തമുണ്ട്, എന്നാൽ നിശ്ചിത രൂപമില്ല, അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിന്റെ രൂപം സ്വീകരിക്കുന്നു. ദ്രാവകങ്ങൾക്ക് നിശ്ചിത വ്യാപ്തമുണ്ടെങ്കിലും അവയ്ക്ക് നിശ്ചിത രൂപമില്ല, അവ ഉൾക്കൊള്ളുന്ന പാത്രത്തിന്റെ രൂപം സ്വീകരിക്കുന്നു.
ഇത് ഖരപദാർത്ഥങ്ങളെ അപേക്ഷിച്ച് അവയിലെ തന്മാത്രകൾക്ക് കൂടുതൽ ചലനസ്വാതന്ത്ര്യമുള്ളതുകൊണ്ടാണ്. ഒരു വാതകത്തിന്റെ വ്യാപ്തം, രൂപം, തന്മാത്രാ ഇടം, തന്മാത്രകളുടെ ഗതികോർജ്ജം എന്നിവയെക്കുറിച്ചുള്ള സവിശേഷതകൾ എന്തൊക്കെയാണ്? ഒരു വാതകത്തിന് നിശ്ചിത വ്യാപ്തവും രൂപവുമില്ല. കണികകൾ വളരെ അകലെയാണ്. ധാരാളം ശൂന്യമായ തന്മാത്രാ ഇടമുണ്ട്. കൂടാതെ അതിന്റെ തന്മാത്രകൾക്ക് ഉയർന്ന ഗതികോർജ്ജമുള്ളതിനാൽ വലിയ വേഗതയിൽ സ്വതന്ത്രമായി നീങ്ങുന്നു. വാതകങ്ങൾക്ക് നിശ്ചിത രൂപമോ വ്യാപ്തമോ ഇല്ല. അവയിലെ തന്മാത്രകൾ പരസ്പരം വളരെ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. അവയ്ക്ക് വളരെ ഉയർന്ന ഗതികോർജ്ജമുള്ളതിനാൽ എല്ലാ ദിശകളിലേക്കും സ്വതന്ത്രമായി ചലിക്കുന്നു. തന്മാത്രകൾക്കിടയിൽ വലിയ തോതിൽ ശൂന്യമായ ഇടമുണ്ട്. നീരാവിയും വാതകവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ്? സാധാരണ താപനിലയിൽ ദ്രാവകാവസ്ഥയിലുള്ള ഒരു പദാർത്ഥത്തിന്റെ വാതകാവസ്ഥയെയാണ് നീരാവി, വേപ്പർ എന്ന് പറയുന്നത്. എന്നാൽ വാതകം, ഗ്യാസ്, സാധാരണ താപനിലയിൽ പൊതുവെ വാതകാവസ്ഥയിൽ തന്നെ നിലനിൽക്കുന്ന ഒന്നാണ്. നീരാവി എന്നത് സാധാരണ ഊഷ്മാവിൽ ദ്രാവകമായിരിക്കുന്ന ഒരു പദാർത്ഥത്തിന്റെ വാതകരൂപത്തെയാണ് സൂചിപ്പിക്കുന്നത്, ഉദാഹരണം ജലബാഷ്പം. എന്നാൽ വാതകം എന്നത് സാധാരണ ഊഷ്മാവിൽ വാതകാവസ്ഥയിൽ നിലനിൽക്കുന്ന ഒരു പദാർത്ഥമാണ്, ഉദാഹരണം ഓക്സിജൻ. ഇവയുടെ ക്രിട്ടിക്കൽ താപനിലയുമായി ബന്ധപ്പെട്ടാണ് ഈ വ്യത്യാസം. ഖരം, ദ്രാവകം, വാതകം എന്നിവ കൂടാതെ തിരിച്ചറിഞ്ഞിട്ടുള്ള ദ്രവ്യത്തിന്റെ മറ്റ് രണ്ട് അവസ്ഥകൾ ഏവ? പ്ലാസ്മയും ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റും. ദ്രവ്യത്തിന്റെ 5 അടിസ്ഥാന അവസ്ഥകളിൽ പ്രധാനപ്പെട്ടവയാണ് പ്ലാസ്മയും ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റും. പ്ലാസ്മ എന്നത് അയോണൈസ് ചെയ്ത വാതകമാണ്, ഉയർന്ന ഊഷ്മാവിൽ നക്ഷത്രങ്ങളിൽ കാണപ്പെടുന്നു. ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്നത് കേവല 0 അടുത്തുള്ള ഊഷ്മാവിൽ ചില ബോസോണുകളെ തണുപ്പിക്കുമ്പോൾ രൂപപ്പെടുന്ന ഒരു അവസ്ഥയാണ്. പ്ലാസ്മ എന്നാൽ എന്ത്? എന്തുകൊണ്ടാണ് അത് വൈദ്യുതിയുടെ നല്ല ചാലകമാകുന്നത്? ഉയർന്ന താപനിലയിൽ ആറ്റങ്ങൾ അയോണിക അവസ്ഥയിലായിരിക്കുന്ന ഒരു പദാർത്ഥത്തിന്റെ അവസ്ഥയാണ് പ്ലാസ്മ. സ്വതന്ത്ര അയോണുകളുടെയും ഇലക്ട്രോണുകളുടെയും സാന്നിധ്യം കാരണം ഇത് വൈദ്യുതിയുടെ നല്ല ചാലകമാണ്. പദാർത്ഥത്തിന്റെ 4ാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. നക്ഷത്രങ്ങളിലും മിന്നലിലും കാണപ്പെടുന്ന ഈ അവസ്ഥയിൽ ഇലക്ട്രോണുകൾ ആറ്റങ്ങളിൽ നിന്ന് വേർപെടുന്നതിനാൽ ചാർജുള്ള കണികകൾ സ്വതന്ത്രമായി നീങ്ങുന്നു. ഇത് വൈദ്യുതി കടത്തിവിടാൻ സഹായിക്കുന്നു. ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ബക്ക്, എങ്ങനെയാണ് രൂപപ്പെടുന്നത്? കുറഞ്ഞ സാന്ദ്രതയുള്ള ഒരു നേരിയ വാതകത്തെ കേവല 0 അടുത്തുള്ള -273.15 ഡിഗ്രി സെൽഷ്യസ് താപനിലയിലേക്ക് തണുപ്പിക്കുമ്പോൾ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് രൂപപ്പെടുന്നു. പദാർത്ഥത്തിന്റെ 5ാമത്തെ അവസ്ഥയായി ബക്ക് കണക്കാക്കപ്പെടുന്നു. ഈ അവസ്ഥയിൽ ആറ്റങ്ങൾ അവയുടെ വ്യക്തിഗത സ്വത്വം നഷ്ടപ്പെടുത്തി ഒരു ക്വാണ്ടം മെക്കാനിക്കൽ നിലയിലേക്ക് മാറുന്നു. സത്യേന്ദ്രനാഥ് ബോസും ആൽബർട്ട് ഐൻസ്റ്റീനും ചേർന്നാണ് ഇതിനെക്കുറിച്ച് പ്രവചിച്ചത്. ഒരു പദാർത്ഥത്തിന്റെ ദ്രവണാങ്കം നിർവചിക്കുക. ഒരു ഖരപദാർത്ഥം പൂർണ്ണമായും ദ്രാവകാവസ്ഥയിലേക്ക് മാറുന്ന ഒരു പ്രത്യേക താപനിലയാണ് ദ്രവണാങ്കം. ഓരോ ഖരവസ്തുവിനും ഒരു നിശ്ചിത ദ്രവണാങ്കമുണ്ട്. ഈ താപനിലയിൽ പദാർത്ഥത്തിന്റെ തന്മാത്രകൾക്ക് അവയുടെ ഖരാവസ്ഥയിലെ ബന്ധനങ്ങളെ അതിജീവിച്ച് ദ്രാവകാവസ്ഥയിലേക്ക് മാറാൻ ആവശ്യമായ ഊർജ്ജം ലഭിക്കുന്നു. മർദ്ദം ദ്രവണാങ്കത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. രസതന്ത്രത്തിൽ ഒരു മൂലകത്തിന്റെ നിർവചനം എന്താണ്? ഭൗതികമോ രാസപരമോ ആയ ഒരു പ്രക്രിയയിലൂടെയും ലളിതമായ പദാർത്ഥങ്ങളായി വിഭജിക്കാൻ കഴിയാത്ത ശുദ്ധമായ പദാർത്ഥമാണ് മൂലകം. ഓരോ മൂലകത്തിനും അതുല്യമായ ഭൗതികവും രാസപരവുമായ ഗുണങ്ങളുണ്ട്. പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന ഘടകങ്ങളാണ് മൂലകങ്ങൾ. ആറ്റോമിക് നമ്പർ അനുസരിച്ചാണ് മൂലകങ്ങളെ തരംതിരിക്കുന്നത്. ഉദാഹരണത്തിന് ഹൈഡ്രജൻ, ഓക്സിജൻ, സ്വർണം എന്നിവയെല്ലാം മൂലകങ്ങളാണ്. ഭൂമിയുടെ പുറന്തോടിൽ ഏറ്റവും കൂടുതലുള്ള മൂലകങ്ങൾ, ലോഹം, അലോഹം, മെറ്റലോയിഡ് ഏതാണ്? ഓക്സിജനാണ് ഏറ്റവും കൂടുതലുള്ള അലോഹം, 46.60%. സിലിക്കണാണ് ഏറ്റവും കൂടുതലുള്ള മെറ്റലോയിഡ്, 27.72%. അലൂമിനിയമാണ് ഏറ്റവും കൂടുതലുള്ള ലോഹം, 8.23%. ഭൂമിയുടെ പുറന്തോടിന്റെ ഭൂരിഭാഗവും ഓക്സിജൻ, സിലിക്കൺ, അലൂമിനിയം എന്നിവയാൽ നിർമ്മിതമാണ്. ഈ വിവരങ്ങൾ ഭൂമിശാസ്ത്രപരമായ ഘടനയെക്കുറിച്ചുള്ള പഠനങ്ങളിലും മത്സരപരീക്ഷകളിലെ ചോദ്യങ്ങൾക്കും പ്രധാനമാണ്. ഒരു സാധാരണ മനുഷ്യശരീരത്തിൽ ഏറ്റവും കൂടുതൽ ശതമാനം അടങ്ങിയിരിക്കുന്ന മൂലകം ഏതാണ്? ഓക്സിജൻ 65%. മനുഷ്യശരീരത്തിലെ ഭാരത്തിന്റെ ഭൂരിഭാഗവും ജലത്താൽ H2O നിർമ്മിതമാണ്.
അതിനാൽ ജലത്തിലെ ഓക്സിജൻ മൂലകമാണ് ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ എന്നിവയാണ് അടുത്ത പ്രധാന മൂലകങ്ങൾ. ഒരു രാസസംയുക്തം എന്നാൽ എന്താണ്? അതിന്റെ ഗുണങ്ങൾ അതിനെ നിർമ്മിക്കുന്ന മൂലകങ്ങളുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? രണ്ടോ അതിലധികമോ മൂലകങ്ങൾ ഒരു നിശ്ചിത അനുപാതത്തിൽ രാസപരമായി സംയോജിച്ച് രൂപപ്പെടുന്ന ഒരു ശുദ്ധ പദാർത്ഥമാണ് രാസസംയുക്തം. ഒരു സംയുക്തത്തിന്റെ ഗുണങ്ങൾ അതിലെ ഘടക മൂലകങ്ങളുടെ ഗുണങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരിക്കും. ഉദാഹരണത്തിന്, ഹൈഡ്രജനും ഓക്സിജനും വാതകങ്ങളാണെങ്കിലും അവ ചേരുമ്പോൾ ഉണ്ടാകുന്ന ജലം HO ദ്രാവകമാണ്. ഒരു സംയുക്തത്തിന്റെ രൂപീകരണം മൂലകങ്ങൾക്കിടയിൽ രാസബന്ധനമുണ്ടാകുന്നതിലൂടെയാണ് സംഭവിക്കുന്നത്. ഓർഗാനിക് സംയുക്തങ്ങളും ഇനോർഗാനിക് സംയുക്തങ്ങളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ്? ഓർഗാനിക് സംയുക്തങ്ങൾ പ്രധാനമായും ജീവനുള്ള സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്നവയാണ്. അവയിൽ കാർബൺ ആറ്റങ്ങൾ മറ്റു മൂലകങ്ങളുമായി സഹസംയോജക ബന്ധനത്തിൽ ഒന്നോ അതിലധികമോ എണ്ണത്തിൽ അടങ്ങിയിരിക്കുന്നു. ഇനോർഗാനിക് സംയുക്തങ്ങൾ സാധാരണയായി കാർബൺ അല്ലാത്ത മറ്റു മൂലകങ്ങളാൽ രൂപം കൊള്ളുന്നവയാണ്. കാർബൺ ആറ്റങ്ങളുടെ തനതായ ശൃംഖല രൂപീകരണ ശേഷിയാണ് ഓർഗാനിക് സംയുക്തങ്ങളെ ഇനോർഗാനിക് സംയുക്തങ്ങളിൽ നിന്ന് പ്രധാനമായും വേർതിരിക്കുന്നത്. ജീവശാസ്ത്രപരമായ പ്രക്രിയകളിൽ ഓർഗാനിക് സംയുക്തങ്ങൾ വലിയ പങ്കുവഹിക്കുന്നു. പിണ്ഡസംരക്ഷണ നിയമം ആവിഷ്കരിച്ചത് ആരാണ്? അത് എന്താണ് പറയുന്നത്? 1756 റഷ്യൻ ശാസ്ത്രജ്ഞനായ MV ലോമോനോസോവ് ആണ് പിണ്ഡസംരക്ഷണ നിയമം ആവിഷ്കരിച്ചത്. ഒരു രാസപ്രവർത്തനത്തിൽ പിണ്ഡം നശിപ്പിക്കപ്പെടുകയോ സൃഷ്ടിക്കപ്പെടുകയോ ചെയ്യുന്നില്ലെന്ന് ഈ നിയമം പറയുന്നു. ആധുനിക രസതന്ത്രത്തിന്റെ അടിസ്ഥാന നിയമങ്ങളിൽ ഒന്നാണിത്. ഒരു അടച്ച വ്യവസ്ഥയിൽ നടക്കുന്ന ഏതൊരു രാസപ്രവർത്തനത്തിലും അഭികാരകങ്ങളുടെ ആകെ പിണ്ഡം ഉൽപ്പന്നങ്ങളുടെ ആകെ പിണ്ഡത്തിന് തുല്യമായിരിക്കും എന്ന് ഇത് വ്യക്തമാക്കുന്നു. സ്ഥിര അനുപാത നിയമം, ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ എന്താണ്? ആരാണ് അത് ആവിഷ്കരിച്ചത്? 1799 ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ JL പ്രൂസ്റ്റ് ആവിഷ്കരിച്ച സ്ഥിര അനുപാത നിയമം പറയുന്നത്, ഏത് രാസസംയുക്തത്തിലും അതിന്റെ ഉറവിടമോ നിർമ്മാണ രീതിയോ പരിഗണിക്കാതെ മൂലകങ്ങൾ എല്ലായ്പ്പോഴും പിണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു നിശ്ചിത അനുപാതത്തിൽ സംയോജിച്ചിരിക്കുമെന്നാണ്. ഈ നിയമം ഡാൽട്ടന്റെ ആറ്റോമിക് സിദ്ധാന്തത്തിന് ഒരു അടിത്തറയായി വർത്തിച്ചു. ഉദാഹരണത്തിന്, ജലം എവിടെ നിന്ന് ലഭിച്ചതായാലും അതിൽ ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള പിണ്ഡ അനുപാതം 1:8 ആയിരിക്കും. ഗുണിതാനുപാത നിയമം ആവിഷ്കരിച്ചതാര്? അത് ഏത് തത്വമാണ് സ്ഥാപിക്കുന്നത്? ഗുണിതാനുപാത നിയമം 1803 ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞനായ ജോൺ ഡാൾട്ടൺ ആവിഷ്കരിച്ചു. രണ്ടോ അതിലധികമോ സംയുക്തങ്ങൾ രൂപീകരിക്കുന്നതിനായി രണ്ട് മൂലകങ്ങൾ കൂടിച്ചേരുമ്പോൾ ഒരു നിശ്ചിത പിണ്ഡമുള്ള ഒരു മൂലകവുമായി സംയോജിക്കുന്ന രണ്ടാമത്തെ മൂലകത്തിന്റെ പിണ്ഡങ്ങൾ ലളിതമായ പൂർണ്ണസംഖ്യാ അനുപാതത്തിലായിരിക്കും എന്നാണ് ഈ നിയമം വ്യക്തമാക്കുന്നത്. ജോൺ ഡാൾട്ടൺ ആവിഷ്കരിച്ച ഗുണിതാനുപാത നിയമം രാസസംയോജന നിയമങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ നിയമം വഴി വ്യത്യസ്ത സംയുക്തങ്ങളിൽ മൂലകങ്ങൾ സംയോജിക്കുന്ന രീതിയുടെ ഗണിതശാസ്ത്രപരമായ കൃത്യത വിശദീകരിക്കാൻ സാധിച്ചു. ആധുനിക രസതന്ത്രത്തിന്റെ വളർച്ചയ്ക്ക് ഈ നിയമം ഒരു പ്രധാന അടിസ്ഥാനമിട്ടു. വ്യുൽക്രമ അനുപാത നിയമം ആവിഷ്കരിച്ചതാര്? 1792 ജർമ്മൻ ശാസ്ത്രജ്ഞനായ റിച്ചർഡ് ജെറമയസ് ബെഞ്ചമിൻ റെക്ടർ ആണ് വ്യുൽക്രമ അനുപാത നിയമം ആവിഷ്കരിച്ചത്. റിച്ചർ അവതരിപ്പിച്ച വ്യുൽക്രമ അനുപാത നിയമം 3 വ്യത്യസ്ത മൂലകങ്ങൾ പരസ്പരം സംയോജിക്കുമ്പോൾ അവയുടെ പിണ്ഡങ്ങൾ തമ്മിലുള്ള ബന്ധം വിശദീകരിക്കുന്നു. രാസസംയോജന നിയമങ്ങളിൽ ഒന്നായ ഇത് മൂലകങ്ങളുടെ രാസപ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾക്ക് അടിസ്ഥാനപരമായ ഉൾക്കാഴ്ച നൽകുന്നു. വാതകവ്യാപ്ത നിയമം ആവിഷ്കരിച്ചതാര്? 1808 ഗേ ലുസാക് ജോസഫ് ലൂയി ഗേ ലസക് ആണ് വാതകവ്യാപ്ത നിയമം ആവിഷ്കരിച്ചത്. ഗേ ലുസാക്കിന്റെ വാതകവ്യാപ്ത നിയമം സ്ഥിരമായ താപനിലയിലും മർദ്ദത്തിലും വാതകങ്ങൾ രാസപരമായി സംയോജിക്കുമ്പോൾ അവയുടെ വ്യാപ്തങ്ങൾ ലളിതമായ പൂർണ്ണസംഖ്യാ അനുപാതത്തിലായിരിക്കും എന്ന് പറയുന്നു. രാസസംയോജനത്തിലെ വാതകങ്ങളുടെ സ്വഭാവം മനസ്സിലാക്കുന്നതിൽ ഈ നിയമം നിർണായക പങ്ക് വഹിച്ചു. വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരായിരുന്നു? ഹർഗോബിന്ദ് ഖൊരാന 1968. ഹർഗോബിന്ദ് ഖൊരാന 1968 ശരീരശാസ്ത്രത്തിനോ വൈദ്യശാസ്ത്രത്തിനോ ഉള്ള നോബൽ സമ്മാനം പങ്കിട്ടെടുത്തു. ജനിതക കോഡിന്റെ വ്യാഖ്യാനത്തിലും പ്രോട്ടീൻ സംശ്ലേഷണത്തിലെ അതിന്റെ പ്രവർത്തനത്തിലുമുള്ള അദ്ദേഹത്തിന്റെ സംഭാവനകൾക്കാണ് ഈ അംഗീകാരം ലഭിച്ചത്.
സ്റ്റാലിൻ, ഇപ്പോഴത്തെ ലെനിൻ, സമാധാന സമ്മാനം ലഭിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരായിരുന്നു? സൈഫുദ്ദീൻ കിച്ചിലു, 1952. ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചിലു 1952-ൽ സ്റ്റാലിൻ സമാധാന സമ്മാനം, ഇപ്പോൾ ലെനിൻ സമാധാന സമ്മാനം ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനായി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു പ്രമുഖ നേതാവായിരുന്ന അദ്ദേഹം ഇന്ത്യയുടെ സമാധാന പ്രസ്ഥാനത്തിന് വലിയ സംഭാവനകൾ നൽകി. ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? ജസ്റ്റിസ് എച്ച്. ജെ. കനിയ. ജസ്റ്റിസ് ഹരിലാൽ ജഗിസുന്ദാസ് കനിയ ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസായി 1950 ജനുവരി 26 സത്യപ്രതിജ്ഞ ചെയ്തു. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതിനുശേഷം സുപ്രീം കോടതിയുടെ തലവനായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു.